Dear students, welcome to the class of Fluid Mechanics and Hydraulics. In this class, we will discuss about venturimeter and then solve some problems related to venturimeter. First topic, venturimeter. Venturimeter is a device used for measuring the rate of flow of a fluid flowing through a pipe. വെഞ്ചുറിമീറ്റർ എന്താണ്? ഒരു ഡിസ്ചാർജ് മെഷറിംഗ് ഡിവൈസാണ്. റേറ്റ് ഓഫ് ഫ്ലോ അല്ലെങ്കിൽ ഡിസ്ചാർജ് അതെന്താണ്? ക്വാണ്ടിറ്റി ഓഫ് ഫ്ലൂയിഡ് ഫ്ലോയിങ് പെർ സെക്കൻഡ് ത്രൂ എ പൈപ്പ് ഓർ ചാനൽ, അതാണ് ഡിസ്ചാർജ് എന്ന് പറയുന്നത്. വെഞ്ചുറിമീറ്റർ എന്താണ്? പൈപ്പിലൂടെയുള്ള ഡിസ്ചാർജ് അല്ല റേറ്റ് ഓഫ് ഫ്ലോ മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ് എന്ത്? വെഞ്ചുറിമീറ്റർ എന്ന് പറയുന്നത്. അത് വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ്? ഇറ്റ് വർക്ക്സ് ബേസ്ഡ് ഓൺ ബെർണോളിസ് തിയറം അല്ലെങ്കിൽ ബെർണോളിസ് തിയറത്തിൻ്റെ ഒരു പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻ എന്താണ്? വെഞ്ചുറിമീറ്ററിലാണ്. എന്തിനാണ് ഉപയോഗിക്കുന്നത് പറഞ്ഞാൽ ഡിസ്ചാർജ് മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഇവിടെ ഒരു പൈപ്പ് ഞാൻ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ആ പൈപ്പ് ത്രൂ ഔട്ടായിട്ട് ഇങ്ങനെ പൈപ്പ് ഉണ്ട് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അതിലൂടെ ഉള്ള റേറ്റ് ഓഫ് ഫ്ലോ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? വെഞ്ചുറിമീറ്റർ അതിൽ ഇൻസ്റ്റാൾ ചെയ്യണം. എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്? ആ ഒരു സെക്ഷൻ ഇതാണ് ത്രൂ ഔട്ട് പൈപ്പിൻ്റെ ഒരു സെക്ഷൻ കട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ ഞാൻ വെഞ്ചുറിമീറ്റർ പറഞ്ഞാൽ ഈ ഡിവൈസ് അവിടെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ പാർട്സ് ഏതൊക്കെയാണ്? കൺവേർജിങ് പോർഷൻ, ഇതാണ് കൺവേർജിങ് പോർഷൻ. സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞാൽ ചെറുത് ത്രോട്ടാണ്. എന്താണ്? ഡൈവേർജിങ് പോർഷനാണ്. 3 പാർട്ടാണ് വെഞ്ചുറിമീറ്ററിലുള്ളത്. ആ ഓരോ പാർട്ടും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് പാർട്ട് എ ഷോർട്ട് കൺവേർജിങ് പാർട്ട്. ഈ കാണിച്ചിരിക്കുന്നതാണ് വെഞ്ചുറിമീറ്ററിൻ്റെ കൺവേർജിങ് പാർട്ട് എന്ന് പറയുന്നത്. ദ കൺവേർജിങ് ടേക്സ് പ്ലേസ് അറ്റ് എൻ ആംഗിൾ ഓഫ് 21 ± 1 ഡിഗ്രി. അതിൻ്റെ മീനിങ് എന്നാൽ ഈ ഒരു ആംഗിൾ ഇവിടെ ഫോം ചെയ്യുന്ന ഒരു ആംഗിൾ, ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് ഏകദേശം എത്രയും ഉണ്ടാവും? 21 ± 1 ഡിഗ്രിയിൽ ഉണ്ടാവും. അതിൻ്റെ ഡിസൈൻ കൺസിഡറേഷനിൽ വരുന്നതാണ്. പിന്നെ വെലോസിറ്റി ഓഫ് ഫ്ലൂയിഡ് ഇൻക്രീസസ് ആസ് ഇറ്റ് പാസ് ത്രൂ കൺവേർജിങ് സെക്ഷൻ ആൻഡ് ദർ വിൽ ബി കറസ്പോണ്ടിങ് ഫാൾ ഇൻ പ്രഷർ. ഇവിടെ ഈ കൺവേർജിങ് സെക്ഷനിൽ ഏരിയക്ക് എന്താ സംഭവിക്കുന്നത്? ഏരിയ റെഡ്യൂസ് ചെയ്യാന്നല്ലേ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് കൺവേർജ് ചെയ്തു, ഏരിയ റെഡ്യൂസ് ചെയ്തു. ഏരിയ റെഡ്യൂസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? കണ്ടിന്യൂറ്റി ഇക്വേഷൻ പ്രകാരം ഏരിയ കുറയുന്ന സമയത്ത് ആര് കൂടും? വെലോസിറ്റി കൂടും. കാരണം ഫ്ലോ റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ആ സമയത്ത് സംഭവിക്കും? പ്രഷറിന് എന്താ സംഭവിക്കുക? വെലോസിറ്റി ഇൻക്രീസ് ചെയ്തു. വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് പ്രഷർ റെഡ്യൂസ് ചെയ്യും. ഇതിപ്പം സെയിം ഹൊറിസോണ്ടലായിട്ടല്ലേ, ഹൊറിസോണ്ടലിൽ നിൽക്കുന്ന വെഞ്ചുറിമീറ്ററാണ്. ഇതെല്ലാം പൈപ്പ് ഹൊറിസോണ്ടലാണ്. ഇവിടെയും ഈ ബിറ്റ്വീൻ ഇൻലെറ്റ് ആൻഡ് ഇവിടെ ഈ സെക്ഷൻ 2 അവിടെ നിങ്ങൾക്ക് ബെർണോളിസ് തിയറം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് കിട്ടും. ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞതുമാണ്. വെലോസിറ്റി കൂടുന്ന സമയത്ത് പ്രഷറിന് സംഭവിക്കും? പ്രഷർ റെഡ്യൂസ് ചെയ്യും. കാരണം ഒരു എനർജിയാണ് അടുത്ത എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് കൺവേർജിങ് പാർട്ടിൽ സംഭവിക്കുന്നത്. സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് ത്രോട്ടാണ്. ഈ ചെറിയൊരു പോർഷൻ അതാണ് ത്രോട്ട് എന്ന് പറയുന്നത്. ഇത് സർക്കുലറാണ്. ക്രോസ് സെക്ഷൻ ഫുൾ സർക്കുലറാണ്. പൈപ്പ് സർക്കുലറാണ്. ഇതിൻ്റെയൊക്കെ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് സർക്കുലറാണ്. ത്രോട്ട് ഇറ്റ് ഈസ് ദ സിലിണ്ട്രിക്കൽ സെക്ഷൻ ഓഫ് മിനിമം ഏരിയ. ഈ മിനിമം ഏരിയ വരുന്ന സെക്ഷനാണ് ത്രോട്ട് എന്ന് പറയുന്നത്. അവിടെ വെലോസിറ്റി എന്തായിരിക്കും? ഇവിടെ വെലോസിറ്റി ഇൻക്രീസ് ചെയ്ത് ത്രോട്ടിലെത്തുന്ന സമയത്തായിരിക്കും മാക്സിമം വെലോസിറ്റി ഉണ്ടാവുക. അതുപോലെ പ്രഷർ അന്നേരം എന്തായിരിക്കും? മിനിമം പ്രഷർ ആയിരിക്കും. ഒരു വെഞ്ചുറിമീറ്ററിലെ മിനിമം പ്രഷർ എപ്പോഴും ഉണ്ടാവുക എവിടെയാണ്? ത്രോട്ടിലാണ് മിനിമം പ്രഷർ ഉണ്ടാവുക. ഇതിൻ്റെ ഡയമീറ്റർ എത്രയാണ്? 1/2 to 1/4 ഓഫ് ഇൻലെറ്റ് ഡയമീറ്റർ. ഈ ത്രോട്ടിൻ്റെ ഡയമീറ്റർ അതും ഡിസൈൻ കൺസിഡറേഷനിൽ വരുന്നതാണ്. ഈ മെയിൻ പൈപ്പ് ഡയമീറ്ററിൻ്റെ 1/2 അല്ലെങ്കിൽ 1/4 ആയിരിക്കും. അതേപോലെ അതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും? അതിൻ്റെ ഡയമീറ്റർ, ത്രോട്ടിൻ്റെ ഡയമീറ്റർ എത്രയാണോ സെയിം വാല്യൂവിനായിരിക്കും അതിൻ്റെ ലെങ്ത്തിനും നോർമലി ഉണ്ടാവുക. ഈ ലാസ്റ്റ് 2 പോയിൻറ്റ്സ് ഡിസൈൻ കൺസിഡറേഷനിൽ വരുന്നതാണ്. അടുത്ത പാർട്ട് ഏതാണ്? ഡൈവേർജിങ്. തേർഡ് പാർട്ടാണ് ഡൈവേർജിങ്. ദ ഇൻക്ലൂഡഡ് ആംഗിൾ ഓഫ് ഡൈവേർജിങ് കോൺ ഈസ് 5 to 7 ഡിഗ്രി. മീൻസ് ഇവിടെ ഫോം ചെയ്യുന്ന ഈ ആംഗിൾ, ഈ ഹൊറിസോണ്ടലുമായിട്ട് ഈ ഫോം ചെയ്യുന്ന ഈ ആംഗിൾ എന്ന് പറയുന്നത് 5 to 7 ഡിഗ്രി ആയിരിക്കും. അതിന് ഒരു കാരണമുണ്ട്. ഇവിടെ കൺവേർജിനെക്കാട്ടിയും ലെങ്ത് ആയിരിക്കാമെന്ന് കൂടുതൽ ഡൈവേർജിങ്ങിനാണ്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഈ ആംഗിൾ കുറവായതുകൊണ്ടാണ്. ഇവിടെ വലിയ ആംഗിൾ എടുക്കുന്നെങ്കിലോ പെട്ടെന്ന് തന്നെ ഡൈവേർജ് ചെയ്തിട്ട് പൈപ്പിൻ്റെ ഡയമീറ്ററിലെത്തും. മീൻസ് ഇവിടെ പഴയ ആംഗിൾ ആ 21 എടുക്കുന്നുണ്ടെങ്കിലോ പെട്ടെന്ന് ഡൈവേർജ് ചെയ്തിട്ട് പൈപ്പിൻ്റെ ലെങ്ത്തിലോട്ട് പോകും. പക്ഷേ ഡൈവേർജിങ് പാർട്ടിന് ചെറിയ ആംഗിൾ കൊടുത്തിട്ട് എന്താ അതിൻ്റെ ലെങ്ത്ത് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്താണ്? സെക്കൻഡ് പോയിൻ്റ്, ഇത് ആംഗിൾ കുറവായതുകൊണ്ട് തന്നെ എന്താണ്? ഡൈവേർജിങ് പാർട്ട് ഓഫ് വെഞ്ചുറിമീറ്റർ വിൽ ഹാവ് മോർ ലെങ്ത് ദാൻ കൺവേർജിങ് പാർട്ട്.
അതിൻ്റെ കാരണം എന്താ? ദിസ് ഈസ് ഡൺ ടു അവോയ്ഡ് ഫ്ലോ സെപ്പറേഷൻ ആൻഡ് കോൺസിക്വൻറ്റ് എനർജി ലോസ്. ഫ്ലോ എനർജി ലോസ് കുറക്കാൻ വേണ്ടിയിട്ട് ആണ് അങ്ങനെ ചെയ്യുന്നത്. കാരണം ഇവിടെ എന്താണ് ലോ പ്രഷറാണെന്ന് പറഞ്ഞു. പിന്നെ ഇവിടെ എന്താ സംഭവിക്കുന്നത്? പിന്നെ ആദ്യം ഏരിയ കൂടുന്ന സമയത്ത് വെലോസിറ്റി കുറയും. വെലോസിറ്റി കുറയുന്ന സമയത്ത് എന്താണ്? പ്രഷർ കൂടും. ഈ ഒരു സെക്ഷനിലാണ് ഏരിയ ഇൻക്രീസ് ചെയ്തു. ഏരിയ ഇൻക്രീസ് ചെയ്യുമ്പോൾ വെലോസിറ്റി കുറയും. വെലോസിറ്റി കുറയുമ്പോൾ പ്രഷർ കൂടും. ഇവിടെ ലോ പ്രഷറാണ്, ഇവിടെ ഹൈ പ്രഷർ വന്നു. മീൻസ് ഫ്ലോ നടക്കുന്ന ഡയറക്ഷനിൽ എന്താ സംഭവിക്കുന്നത്? ഒരു പ്രഷർ കുറഞ്ഞ റീജിയനായിരിക്കും ഇവിടെ കൂടിയ റീജിയൻ. മീൻസ് ഫ്ലോ നടക്കുന്നത് എഗെയിൻസ്റ്റ് അഡ്വേഴ്സ് പ്രഷർ ഗ്രേഡിയൻ്റ് ആണ്. ആ സമയത്ത് ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ നിയർ ടു ഇവിടെ ഇതിൻ്റെ വെഞ്ചുറിമീറ്റർ വാൾസിൻ്റെ ഇവിടെയൊക്കെ എന്താണ് എഡീസ് അല്ലെങ്കിൽ വൊർട്ടിസസ് ഫോം ചെയ്യും. ഇവിടെ നിങ്ങോട്ട് ഫ്ലോ നടക്കുന്ന സമയത്ത് സംഭവിക്കും. ഇവിടെയൊക്കെ നോർമലി പാരലായിട്ട് തന്നെ ഫ്ലോ നടക്കുന്ന സ്ട്രീം ലൈൻസൊക്കെ പാരലായിട്ട് ഉണ്ടാവും. പക്ഷേ ഇവിടെ എന്താണ്? ഇവിടെ വൊർട്ടിസസ് എന്ന് പറഞ്ഞാൽ ഫ്ലൂയിഡ് റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. ഈ നിയർ ടു വാൾ ഇവിടെ ഇല്ല ഫ്ലൂയിഡ്സ് എന്ത് ചെയ്യും? റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. ഇത് വലുതാക്കിയല്ല പ്രശ്നമെന്ന് പറയുന്നത്. ഇതിപ്പം ഗ്രാജുവലായിട്ട് ഇൻക്രീസ് ചെയ്താൽ ആ വലിയ പ്രശ്നം വരില്ല. പെട്ടെന്ന് വലിയ ആംഗിൾ കൊടുത്തിട്ട് പെട്ടെന്ന് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിലുള്ള പ്രശ്നമാണ് പറയുന്നത്. അവിടെ ഫ്ലൂയിഡ് റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. ആ റൊട്ടേറ്റ് ചെയ്യാനുള്ള എനർജി എവിടെ നിന്നാണ് ഉണ്ടാവുക? മെയിൻ സ്ട്രീം ലൈൻ്റെ എനർജി തന്നെയാണ് ആ റൊട്ടേറ്റ് ചെയ്യാനുള്ള എനർജിയും എടുക്കുന്നുണ്ടാവുക. മീൻസ് എന്താ? മെയിൻ ഫ്ലോ എനർജി ലോസായി പോവുകയാണ് അവിടെ. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നത്? ഇതിന് ഗ്രാജുവലായിട്ട് അതിൻ്റെ ഏരിയ കൂട്ടി കൊടുക്കുന്നത്. മീൻസ് പെട്ടെന്ന് ഡൈവേർജ് ചെയ്യിക്കാണ്ട് ഗ്രാജുവലായിട്ടാണ് അത് ഡൈവേർജ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ ചെറിയ ആംഗിൾ കൊടുക്കുന്നത്. മീൻസ് എനർജി ലോസ് കുറക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ഡൈവേർജ് ചെയ്ത് കൊടുത്താലുള്ള പ്രശ്നം എന്താണ്? ഇവിടെ നിയർ ടു വാൾസ് എന്താണ്? വോർട്ടിസസ് ഫോം ചെയ്യും. ആ ഫ്ലൂയിഡ് റൊട്ടേറ്റ് ചെയ്യാനുള്ള എനർജി എന്ന് പറഞ്ഞാൽ മെയിൻ സ്ട്രീം ലൈൻ തന്നെയാണ് എടുക്കുന്നത്. അതുകൊണ്ടാണ് എനർജി ലോസ് വരുന്നത്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇതിൻ്റെ ലെങ്ത്ത് കൂട്ടിക്കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഈ ആംഗിൾ കുറച്ച് കൊടുക്കുന്നത്. ഇതാണ് വെഞ്ചുറിമീറ്ററിൻ്റെ 3 പാർട്സ് എന്ന് പറയുന്നത്. ഇനി എന്തെങ്കിലും കണ്ടുപിടിക്കണം. ഇതെന്തിനുള്ള ഡിവൈസാണെന്ന് പറഞ്ഞു? റേറ്റ് ഓഫ് ഫ്ലോ അല്ലെങ്കിൽ ഡിസ്ചാർജ് മെഷർ ചെയ്യാനുള്ള ഡിവൈസാണെന്ന് പറഞ്ഞു. ഇനി നമ്മൾ അതിൻ്റെ എക്സ്പ്രഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി പോവുകയാണ്. കൺസിഡർ എ വെഞ്ചുറിമീറ്റർ ഫിറ്റഡ് ഇൻ ഹൊറിസോണ്ടൽ പൈപ്പ് ത്രൂ വിച്ച് ഫ്ലൂയിഡ് ഈസ് ഫ്ലോയിങ്. ഒരു ഹൊറിസോണ്ടൽ പൈപ്പിൽ വെഞ്ചുറിമീറ്റർ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെന്താ? 2 ടാപ്പിംഗ് കൊടുത്തിട്ടുണ്ട്, പ്രഷർ ടാപ്പിംഗ്. ഒന്ന് ഇവിടെയാണ്, ഇൻലെറ്റ് പൈപ്പിൽ തന്നെയാണ്. കൺവേർജിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ ടാപ്പിംഗ് എവിടെയാണ്? ത്രോട്ടിലാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇവിടെ എന്താണ്? പ്രഷർ ലെഫ്റ്റ് ടു റൈറ്റ് ഫ്ലോ ഡയറക്ഷൻ എന്താ? ഇവിടുന്ന് പ്രഷർ ഇൻലെറ്റ് ടു വെഞ്ചുറിയിൽ ഈ ത്രോട്ടിലോട്ട് വരുന്ന സമയത്ത് ഇവിടെ എന്താണ്? പ്രഷർ റെഡ്യൂസ് ചെയ്യുക. ഇനി D1 എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ, ഈ സെക്ഷൻ 1 അവിടുത്തെ ഡയമീറ്റർ D1 ആണ്. മീൻസ് കറസ്പോണ്ടിങ് ഏരിയ എന്താണ്? A1 ആയിട്ട് എടുക്കുന്നത്. ഈ 1 എന്ന് പറഞ്ഞ സെക്ഷൻ അവിടുത്തെ പ്രഷർ P1 ആണ്. അതേപോലെ അവിടുത്തെ വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്? പ്രഷർ P1, വെലോസിറ്റി V1. അതേപോലെ 2 ത്രോട്ടിലെ കറസ്പോണ്ടിങ് പാരാമീറ്റേഴ്സ് D2, A2, P2 ആൻഡ് V2 ആണ്. മീൻസ് ഇതാണ് സെക്ഷൻ 1. ഈ ടാപ്പിംഗ് എടുത്തിരിക്കുന്ന സെക്ഷൻ 1. രണ്ടാമത്തത് ത്രോട്ട്. ഇവിടെ ടാപ്പിംഗ് എടുക്കുന്നത് സെക്ഷൻ 2 ആണ്. ഇനി ബെർണോളിസ് ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്നത് ബിറ്റ്വീൻ സെക്ഷൻ 1 ആൻഡ് 2 എന്ത് കിട്ടും? P1/ρg plus V1²/2g plus Z1 is equal to P2/ρg plus V2²/2g plus Z2. ഇവിടെ എന്താണ്? ഹൊറിസോണ്ടൽ പൈപ്പ് ആണല്ലേ. ഈ സെഡ് എന്ന് പറയുന്നത് എന്താണ്? ഡാറ്റം ഹെഡിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ്. ഹൊറിസോണ്ടൽ ആയതുകൊണ്ട് സെയിം ഡാറ്റം ഹെഡ് ആയിരിക്കും. Z1 is equal to Z2. ആ 2 ടേമും ക്യാൻസലായി. ബാക്കി എന്താ? ഈ ഒരു ടേം മാത്രമേ ഉണ്ടാവുള്ളൂ. അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു? ആ പ്രഷർ ഹെഡിൻ്റെ ടേം ലെഫ്റ്റ് സൈഡിൽ വെച്ചിട്ട് കൈനറ്റിക് ഹെഡ് അല്ലെങ്കിൽ വെലോസിറ്റി ഹെഡിൻ്റെ ടേം റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോയി. അതിനുശേഷം എന്താ? രണ്ടിനും കോമൺ ആയിട്ട് എന്തുണ്ട്? ρg ഉണ്ട്. P1 - P2/ρg. ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി. ഇനി എന്താണ്? P1 - P2/ρg എന്താ സാധനം? P/ρg എന്താണ്? 1ലെ പ്രഷർ ഹെഡ്. ഇവിടെയുള്ള പ്രഷർ ഹെഡ് എന്താണ്? P2/ρg ആണ്. ഓക്കെ, ആ മൈനസ് ചെയ്ത് എന്താ കിട്ടുക? ഡിഫറൻസ് ഓഫ് പ്രഷർ ഹെഡ് ബിറ്റ്വീൻ സെക്ഷൻ 1 ആൻഡ് സെക്ഷൻ 2. അത് ഞാൻ H വെച്ചിട്ട് ഡിനോട്ട് ചെയ്യുന്നു. ഇതിൽ P/ρg എന്ന് പറഞ്ഞാൽ പ്രഷർ ഹെഡാണ്. ഇതെന്താണ്? വെലോസിറ്റി ഹെഡ് അല്ലെങ്കിൽ കൈനറ്റിക് ഹെഡാണ്. ഇത് ഡാറ്റം ഹെഡാണ്. ഞാൻ എന്താണ് Hനെ ഡിനോട്ട് ചെയ്യുന്നത്? പ്രഷർ ഹെഡ് അറ്റ് സെക്ഷൻ 1 മൈനസ് പ്രഷർ ഹെഡ് അറ്റ് സെക്ഷൻ 2. അതായത് P1/ρg മൈനസ് P2/ρg. അത് ഞാൻ ഇവിടെ H ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യുന്നു? ഈ ഇക്വേഷൻ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എനിക്ക് എന്ത് കിട്ടും? ഈ ടേമിന് പകരം ഞാൻ H കൊടുത്തു. H is equal to V2²/2g മൈനസ് V1²/2g. അതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്.
ഓക്കെ, ഇതാണ് ഇക്വേഷൻ നമ്പർ 2. അതിനുശേഷം ബിറ്റ്വീൻ സെക്ഷൻ 1 ആൻഡ് 2 കണ്ടിന്യൂറ്റി ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്നു. കണ്ടിന്യൂറ്റി ഇക്വേഷൻ എന്താണ്? A1 B1 = A2 V2. അതെന്തിന് ഈക്വൽ ആയിരിക്കും? ഡിസ്ചാർജിന് ഈക്വൽ ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ടേം മാത്രം കൺസിഡർ ചെയ്യുന്നത് V1. നമുക്കതിനെ ഡിസ്ചാർജ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടും സെയിം എക്സ്പ്രഷൻ Q = ഏരിയ ഇൻറ്റു വെലോസിറ്റി ഇക്വേഷനാണ് ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നത്. ഇനി ഇവിടെ V1 = എന്ത് കിട്ടും? A2 V2/A1. അത് ഞാൻ ഇക്വേഷൻ നമ്പർ 2ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇക്വേഷൻ നമ്പർ 2ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് കിട്ടും? H = V2² മൈനസ് ഇവിടെ V1² പകരം ഇത് ഹോൾ സ്ക്വയർ ഇട്ട് കൊടുക്കുന്നു. അതിനുശേഷം എന്ത് ചെയ്തു? V2² പുറത്തെടുത്തു. ബാക്കി ഇവിടെ എന്താ ഉണ്ടാവുക? 1 ഉണ്ടാവും. റൈറ്റ് സൈഡിൽ എന്തുണ്ടാവും? A2²/A1² ഉണ്ടാവും. ഓക്കെ, ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. H അതിനുശേഷം ഇതിൽ നിന്ന് V2² അതിനൊരു എക്സ്പ്രഷൻ കണ്ടുപിടിക്കുന്നു. ഈ ടേമിനെ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നാൽ എന്ത് കിട്ടും? 2g × h പിന്നെ A1²/A1² മൈനസ് A2². അങ്ങനെയാണെങ്കിൽ V2 എന്തായിരിക്കും? ഇതിൻ്റെ സ്ക്വയർ റൂട്ട് എടുത്താൽ മതി. ഈ ടേം കിട്ടി. ഇനി ഡിസ്ചാർജ് കണ്ടുപിടിക്കാൻ എന്താണ്? ഏരിയ ഇൻറ്റു വെലോസിറ്റി. ഞാൻ അറ്റ് സെക്ഷൻ 2, കാരണം എനിക്കിവിടെ 2ൻ്റെ വെലോസിറ്റിയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതുകൊണ്ട് സെക്ഷൻ 2ലെ ഏരിയ ഇൻറ്റു അവിടുത്തെ വെലോസിറ്റി ചെയ്താൽ എന്ത് കിട്ടും? ഡിസ്ചാർജ് കിട്ടും. ഇൻറ്റു എന്ത് ചെയ്യുന്നത്? A2 ചെയ്യുന്നത്. അങ്ങനെയാണ് ഡിസ്ചാർജിൻ്റെ ഇക്വേഷൻ എന്തായി? A1 A2 √2gh / A1² മൈനസ് A2². ഇതാണ് വെഞ്ചുറിയോമീറ്ററിൻ്റെ ഡിസ്ചാർജിൻ്റെ ഇക്വേഷൻ. ഇതെന്ന് പറഞ്ഞാൽ തിയററ്റിക്കൽ ഡിസ്ചാർജിൻ്റെ ഇക്വേഷനാണ്. അതായത് Q = A1A2 √2gh / A1² മൈനസ് A2². അതെന്താണ്? തിയററ്റിക്കൽ ഡിസ്ചാർജ് അല്ലെങ്കിൽ ഐഡിയൽ കണ്ടീഷനാണ്. നമ്മൾ ബെർണോളിസ് ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് അസംഷൻസ് എടുത്തിട്ടുണ്ട്. ആ സെയിം അസംഷൻസ് എവിടെയും ഉണ്ട്. അതുകൊണ്ടാണ് അതിനെ ഐഡിയൽ കേസ് എന്ന് പറയുന്നത്. പക്ഷേ ആക്ച്വൽ കേസിലോട്ട് പോകുന്ന സമയത്ത് സംഭവിക്കും, ആക്ച്വൽ ഡിസ്ചാർജ് എപ്പോഴും തിയററ്റിക്കൽ ഡിസ്ചാർജിനെക്കാട്ടിയും കുറവായിരിക്കും. കാരണം അവിടെ ഒരുപാട് ലോസസ് ഉണ്ട്. നമ്മൾ നോർമലി ഈ ബെർണോളിസ് ഇക്വേഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അസംഷൻ എന്ന് പറയുന്നത് ഫ്രിക്ഷൻലെസ് ഫ്ലോ എന്നാണ്. ഐഡിയൽ ഫ്ലൂയിഡാണ് ഫ്ലോ ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. പക്ഷേ പ്രാക്ടിക്കൽ കേസിൽ എന്താണ്? റിയൽ ഫ്ലൂയിഡ്സ് ആണ്. അതുകൊണ്ട് എന്തായാലും ഫ്രിക്ഷണൽ ലോസസ് എവിടെയുണ്ട്. അതുകൊണ്ട് ആക്ച്വൽ ഡിസ്ചാർജ് എന്ന് പറയുന്നത് തിയററ്റിക്കൽ ഡിസ്ചാർജിനെക്കാട്ടിയും എപ്പോഴും കുറവായിരിക്കും. അത് അക്കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നൊരു ടേം ഉണ്ട്, കോഎഫിഷ്യൻ്റ് ഓഫ് ഡിസ്ചാർജ് CD. എന്താണത്? കോഎഫിഷ്യൻ്റ് ഓഫ് ഡിസ്ചാർജ് ഓഫ് എ വെഞ്ചുറിമീറ്റർ ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് ആക്ച്വൽ ഡിസ്ചാർജ് ടു തിയററ്റിക്കൽ ഡിസ്ചാർജ്. ആക്ച്വൽ ഡിസ്ചാർജ് ബൈ തിയററ്റിക്കൽ ഡിസ്ചാർജ്, ആ റേഷ്യോ ആണ് CD എന്ന് പറയുന്നത്. ഇതിൻ്റെ വാല്യൂ എന്തായിരിക്കും? നോർമലി ആക്ച്വൽ ഡിസ്ചാർജ് തിയററ്റിക്കലിനെക്കാട്ടിയും കുറവാണെങ്കിൽ CD എപ്പോഴും <<1 ആയിരിക്കും. പക്ഷേ വെഞ്ചുറിമീറ്ററിൻ്റെ CD എന്ന് പറയുന്നത് 0.98 0.99 ആ റേഞ്ചിൽ തന്നെ വരും. വെരി ക്ലോസ് ടു 1 തന്നെ നമുക്ക് കിട്ടും. അങ്ങനെയാണെങ്കിൽ ആക്ച്വൽ ഡിസ്ചാർജിൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും? CD × തിയററ്റിക്കൽ ഡിസ്ചാർജ്. ഇവിടെ എന്തിനും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം? CD-നെ കൊണ്ടും കൂടെ ഈ ഇക്വേഷനെ മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അതാണ് ആക്ച്വൽ ഡിസ്ചാർജ്. CD × A1 A2 √2gh / A1² മൈനസ് A2². ആ ഇക്വേഷനിൽ Hൻ്റെ വാല്യൂ എന്താണ് നമ്മൾ പറഞ്ഞത്? ഹൊറിസോണ്ടൽ വെഞ്ചുറിമീറ്ററിൻ്റെ കേസിൽ P1 - P2/ρg അതാണ് പറഞ്ഞിരുന്നത്. ആ 2 പോയിൻ്റ് തമ്മിലുള്ള പ്രഷർ ഡിഫറൻസ്, ഇൻലെറ്റും ത്രോട്ടും തമ്മിലുള്ള പ്രഷർ ഹെഡിലെ ഡിഫറൻസ്, അതാണ് H. പക്ഷെ നമ്മൾ പ്രാക്ടിക്കൽ കേസിൽ വരുന്ന സമയത്ത് ആ ഒരു പ്രഷർ ഡിഫറൻസ് എന്ന് വെച്ചാൽ ഡിഫറൻഷ്യൽ മാനോമീറ്റർ വെച്ചിട്ടാണ് മെഷർ ചെയ്യുന്നുണ്ടാവുക. ഇവിടുത്തതും തമ്മിലുള്ള പ്രഷർ ഹെഡിൻ്റെ ഡിഫറൻസ് ഡിഫറൻഷ്യൽ യൂട്യൂബ് മാനോമീറ്റർ വെച്ചിട്ടാണ് മെഷർ ചെയ്യുന്നുണ്ടാവുക. മാനോമീറ്ററിൽ നമുക്ക് ഡയറക്റ്റായിട്ട് കിട്ടുന്ന വാല്യൂ എന്താണ്? ആ ലെഫ്റ്റ് ലിംബിലും റൈറ്റ് ലിംബിലും മാനോമെട്രിക് ഫ്ലൂയിഡ് തമ്മിലെ ലെവൽ ഡിഫറൻസ്, അതാണ് നമുക്കൊരു മാനോമീറ്ററിൽ നിന്ന് ഡയറക്റ്റായിട്ട് റീഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന വാല്യൂ. അത് ഞാൻ X എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ X അല്ല ശരിക്കും ആ ഇക്വേഷനിൽ ഉപയോഗിക്കേണ്ടത്, H ആണ്. ഈ X എന്ന് പറയുന്നത് എന്താണ്? ആ മാനോമെട്രിക് ഫ്ലൂയിഡിൻ്റെ ടേംസിലുള്ള വാല്യൂ ആണ്. നമുക്ക് ഇക്വേഷനിൽ ഉപയോഗിക്കേണ്ടത് എന്താണ്? H ആണ്. അന്നേരം എന്ത് ചെയ്യേണ്ടി വരും? ഈ X കിട്ടിക്കഴിഞ്ഞാൽ Hലോട്ട് അതിനെ കൺവേർട്ട് ചെയ്യണം. അതാണ് ഈ പറഞ്ഞത്, വാല്യൂ ഓഫ് H ഗിവൺ ബൈ യൂട്യൂബ് ഡിഫറൻഷ്യൽ മാനോമീറ്റർ. കുറച്ച് കേസസ് പഠിക്കാനുണ്ട് ഇതിൽ. ഇനിയിപ്പോൾ പറയാൻ പോകുന്ന സ്റ്റെപ്സ് അത് എക്സാമിന് നിങ്ങൾക്ക് ഡെറിവേഷനായിട്ട് ചോദിക്കാൻ പോകുന്നൊന്നുമില്ല. പക്ഷെ അതെങ്ങനെയാണ് വരുന്നതെന്ന് അറിഞ്ഞിരിക്കണം, അതിനു വേണ്ടി പറയുന്നതാണ്. ഫസ്റ്റത്തെ വെഞ്ചുറിമീറ്റർ ഇൻ ഹൊറിസോണ്ടൽ പൊസിഷൻ ഹെവിയർ മാനോമെട്രിക് ലിക്വിഡ്. അതായത് ഇവിടെ ഉപയോഗിക്കുന്ന മാനോമെട്രിക് ഫ്ലൂയിഡിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഈ ഫ്ലോയിങ് ഫ്ലൂയിഡിനെക്കാട്ടിയും കൂടുതലാണ്. അതാണ് ഹെവിയർ എന്ന് പറയുന്നതിൻ്റെ സെൻസ്. ഇനി എന്താ?
പിന്നെ ഈ ഡിഫറൻഷ്യൽ മാനോമീറ്റർ തിയറി പഠിക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ ഈ എ ബി, ഈ ഒരു ഞാൻ ഡാറ്റ മാറ്റി എടുത്തിരിക്കുന്നത് എന്താണ്, ഈ എ ബി ആണ്. അവിടെ ലെഫ്റ്റ് ലിമ്പിൽ എയിൽ ആക്ട് ചെയ്യുന്ന പ്രഷറും റൈറ്റ് ലിമ്പിൽ ഈ ബിയിൽ ആക്ട് ചെയ്യുന്ന പ്രഷറും സെയിം ഹൊറിസോണ്ടൽ ലെവലിലായതുകൊണ്ട് എന്തായിരിക്കും, സെയിം പ്രഷറായിരിക്കും. അത് ഇക്വേറ്റ് ചെയ്തിട്ട് വേണം ബാക്കി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇവിടെ ആക്ട് ചെയ്യുന്ന പ്രഷർ എന്തായിരിക്കും, P1 പ്ലസ് പിന്നെന്താ ഈ ഒരു ഹൈറ്റ് കൊണ്ടുണ്ടാകുന്ന പ്രഷർ. എയിൽ ആക്ട് ചെയ്യുന്ന പ്രഷർ എന്ന് വെച്ചാൽ P1 പ്ലസ് റോ ജി ഇൻറ്റു ആ ഹൈറ്റ് എത്രയാണ്. ഇവിടെ ഞാൻ ഒരു ഡാറ്റം ലൈൻ വരച്ചിട്ടുണ്ട്. അവിടുന്ന് ഇവിടെ അടുത്തോട്ട് ഹൊറിസോണ്ടൽ, ഇത് ഫുൾ ഹൊറിസോണ്ടൽ ആയതുകൊണ്ട് പ്രശ്നമില്ല. ഈ ഇൻലെറ്റ് സെക്ഷൻ 1 ഹൈറ്റ് ഞാൻ Z1 മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ സെക്ഷൻ 2 ഇവിടെയാണ്, അവിടത്തോട്ടുള്ള ഹൈറ്റ് Z2 ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് ഹൊറിസോണ്ടൽ ആയതുകൊണ്ട് Z1ഉം Z2 എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. പിന്നെ ആ റെഫറൻസ് ലൈനിൽ ഈ എയിലോട്ടുള്ള ഡിസ്റ്റൻസ് ഞാൻ Z എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ എക്സ് എന്ന് പറയുന്നത് ആ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ലിമ്പിലുള്ള ഡിഫറൻസ് ആണ്, മാനോമെട്രിക് ഫ്ലൂയിഡിൻ്റെ ഡിഫറൻസ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഹൈറ്റ് എനിക്ക് എത്രയാണ് വരുന്നുണ്ടാവുക, Z1 മൈനസ് Z ചെയ്താൽ മതി. ഈ ഒരു ഫ്ലൂയിഡ് കോളത്തിൻ്റെ ഹൈറ്റ് കിട്ടി. ഓക്കെ, Z1 മൈനസ് Z, അതാണ് ഇവിടെ ടോട്ടൽ ആക്ട് ചെയ്യുന്ന പ്രഷർ. P1 പ്ലസ് റോ ജി ഇൻറ്റു റോ ജി Z ആണ് ആക്ച്വൽ ഇക്വേഷൻ. ഇവിടെ കറക്റ്റ് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ Z1 മൈനസ് Z, ഇവിടെ ആക്ട് ചെയ്യുന്ന കോളം. ഓക്കെ, ഇനി പ്രഷർ അറ്റ് ബി എന്തായിരിക്കും, P2 ഇവിടെയുള്ള പ്രഷർ പ്ലസ് ഈ ഒരു കോളത്തിൻ്റെ ഫ്ലൂയിഡിൻ്റെ പ്രഷർ പ്ലസ് ഈ ഒരു കോളത്തിൻ്റെ മാനോമെട്രിക് ഫ്ലൂയിഡിൻ്റെ പ്രഷർ എന്ത് കിട്ടും, ഈ ഒരു ഹൈറ്റ് എത്ര പേരാണ് വരുന്നത്, ടോട്ടൽ Z2 ആണ്. അതിൽ നിന്ന് സെഡും കുറക്കണം എക്സും കുറക്കണം. അതായത് റോ ജി ഇൻറ്റു Z2 മൈനസ് Z മൈനസ് എക്സ്. പിന്നെ ഇത്ര പേര് എന്ത് വരും, ആ ഹൈറ്റ് എക്സ് ഡയറക്റ്റായിട്ട് എടുത്തിട്ടുണ്ട്. റോ എം എന്ന് വെച്ചാൽ മാനോമെട്രിക് ഫ്ലൂയിഡിൻ്റെ ഡെൻസിറ്റി, റോ എന്ന് വെച്ചാൽ ആ വർക്കിംഗ് ഫ്ലൂയിഡിൻ്റെ ഡെൻസിറ്റി ഇൻറ്റു ജി ഇൻറ്റു എക്സ്. പിന്നെന്താ എയിലെയും ബിയിലെയും പ്രഷർ എന്താണ്, സെയിം പ്രഷറാണ്. ഇനി ഇക്വേറ്റ് ചെയ്യുന്നത് PA ഈസ് ഈക്വൽ ടു PB. രണ്ടും എന്ത് ചെയ്തിട്ടുണ്ട്, പി എൻ്റെയും പി ബിയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് പിന്നെ എന്ത് ചെയ്യുന്നു, ബ്രാക്കറ്റ് ഓപ്പൺ മൾട്ടിപ്ലൈ ആയിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. ഏത് ടേം ക്യാൻസലാവും, ഈ ടേമും ക്യാൻസലായി. പിന്നെ ഇവിടെ P1 പ്ലസ് റോ ജി Z1 ഉണ്ടാവും. റൈറ്റ് സൈഡിൽ എന്താ P2 പ്ലസ് റോ ജി Z2 പിന്നെ മൈനസ് റോ ജി എക്സ് പ്ലസ് റോ എം ജി എക്സ്. പിന്നെ ഇവിടെ എന്താണ് Z1 ഈസ് ഈക്വൽ ടു Z2 എന്ന് പറഞ്ഞു. കാരണം ഹൊറിസോണ്ടലായിട്ടാണ് വെഞ്ചുറിമീറ്റർ പ്ലേസ് ചെയ്തിരിക്കുന്നത്, അല്ല പൈപ്പ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. റോ ജി Z1ഉം റോ ജി Z2 എന്ത് ചെയ്യുക, ക്യാൻസൽ ചെയ്യുക. ബാക്കി എന്താ P1 ഈസ് ഈക്വൽ ടു P2 മൈനസ് റോ ജി എക്സ് പ്ലസ് റോ എം ജി എക്സ്. ഇനി P1 മൈനസ് P2 എന്ത് കിട്ടും, റോ എം ജി എക്സ് മൈനസിനെ രണ്ടാമത് എഴുതി. ഓക്കെ, ഇനി എനിക്ക് വേണ്ടുന്ന വാല്യൂ എന്താണ്, എച്ചിനാണ് എക്സ്പ്രഷൻ വേണ്ടത്. നമ്മൾ ഡെറിവേഷനിൽ കണ്ടിട്ടുണ്ടായിരുന്ന എച്ച് എന്ന് പറഞ്ഞാൽ P1 മൈനസ് P2 ബൈ റോ ജി ആണ്. ഞാൻ എന്ത് ചെയ്തു, ഈ ഇക്വേഷനെ ത്രൂ ഔട്ടായിട്ട് ഇതിനെ കൊണ്ട് ഡിവൈഡ് ചെയ്തു, റോ ജീനെ കൊണ്ട് ഡിവൈഡ് ചെയ്തു. P1 മൈനസ് P2 ബൈ റോ ജി, ഇവിടെയും റോ ജീനെ കൊണ്ട് ഡിവൈഡ് ചെയ്തു, ഇവിടെയും റോ ജീനെ കൊണ്ട് ഡിവൈഡ് ചെയ്തു. അങ്ങനെ എനിക്ക് എന്താ കിട്ടുന്നത്, P1 മൈനസ് P2 ബൈ റോ ജി, പിന്നെ റോ എം ഇൻറ്റു എക്സ് ബൈ റോ ജി ക്യാൻസൽ ചെയ്തു. അവിടുത്തെ എക്സ് മാത്രമേ റൈറ്റ് സൈഡിലുള്ളൂ. ഈ ടേം എന്താ നമ്മൾ ഡെറിവേഷനിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ ടേം എന്ന് പറയുന്നത് എന്തായിരുന്നു, എച്ച് ആയിരുന്നു. നമ്മൾ ഡിഫൈൻ ചെയ്ത എച്ച് എന്ന് പറഞ്ഞാൽ P1 മൈനസ് P2 ബൈ റോ ജി ആണ്. ശ്രദ്ധിക്കണം, ഹൊറിസോണ്ടൽ വെഞ്ചുറിമീറ്ററിൻ്റെ കേസിൽ മാത്രമാണിത്. ഇനി നമുക്ക് ഇൻക്ലൈൻഡ് പഠിക്കാനുണ്ട്. അന്നേരം എച്ച് വേറെ ഒരു രീതിയിലായിരിക്കും ഉണ്ടാവുക. ഹൊറിസോണ്ടലിൻ്റെ കേസിലാണ് എച്ച് ഈസ് ഈക്വൽ ടു P1 മൈനസ് P2 ബൈ റോ ജി. എനിക്ക് ഇവിടെ എന്ത് കിട്ടി, P1 മൈനസ് P2 ബൈ റോ ജി എന്ന് പറഞ്ഞ ടേം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ എനിക്ക് ഇവിടെ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അത് ഈസ് ഈക്വൽ ടു എച്ച്. ഇത് കിട്ടിയ നമ്മൾ ഡെറിവേഷനിൽ വരുന്നത് എച്ച് ഈസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു റോ എം ബൈ റോ മൈനസ് 1. ഇങ്ങനെയാണ് എക്സ് കിട്ടിക്കഴിഞ്ഞാൽ, മാനോമെട്രിക് ഫ്ലൂയിഡിൻ്റെ ടേംസിൽ ഡിഫറൻസ് കിട്ടിക്കഴിഞ്ഞാൽ എച്ചിലോട്ട് കൺവേർട്ട് ചെയ്യേണ്ട ഇക്വേഷനാണ് ഈ പറഞ്ഞിരിക്കുന്നത്. റോ എം എന്താണ്, ഡെൻസിറ്റി ഓഫ് മാനോമെട്രിക് ഫ്ലൂയിഡാണ്. റോ എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ് ഫ്ലോയിങ് ത്രൂ പൈപ്പാണ്. എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ലെവൽ ഡിഫറൻസ് ആണ്. ലെവൽ ഡിഫറൻസ് ഓഫ് മാനോമെട്രിക് ഫ്ലൂയിഡ് ഇൻ യൂട്യൂബ് ഡിഫറൻഷ്യൽ മാനോമീറ്റർ. എച്ച് എന്ന് വെച്ചാൽ എന്താണ്, ഹെഡ് ഡിഫറൻസ് കണ്ടുപിടിക്കേണ്ട വാല്യൂ ബിറ്റ്വീൻ ഇൻലെറ്റ് ആൻഡ് ത്രോട്ട്. ഓക്കെ, ഇനി ഇതിന് കുറച്ചും കൂടെ ഒരു ജനറൽ ആയിട്ടുള്ള ഫോം, നോർമലി ഡെൻസിറ്റിയുടെ ടേംസിലായിരിക്കും ഉണ്ടാവുക, സ്പെസിഫിക് ഗ്രാവിറ്റിയുടെ ടേംസിലാണ് നമുക്ക് ബുക്കിലൊക്കെ കാണാൻ വേണ്ടി പറ്റുക. അതിലോട്ട് മാറ്റി എഴുതുന്നത് ഞാൻ എന്ത് ചെയ്തു, ഇവിടെയും ഡെൻസിറ്റി ഓഫ് വാട്ടർ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡിനെ കൊണ്ട് ഡിവൈഡ് ചെയ്തു, താഴെയും ഡെൻസിറ്റി ഓഫ് സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ് വാട്ടറിനെ കൊണ്ട് ഡിവൈഡ് ചെയ്തു. അന്നേരം എന്ത് കിട്ടി, ഇത് സ്പെസിഫിക് ഗ്രാവിറ്റി. ഓക്കെ, ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ് ബൈ ഡെൻസിറ്റി ഓഫ് സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ് എന്താണ്, സ്പെസിഫിക് ഗ്രാവിറ്റിയാണ്. താഴെയും എന്ത് കിട്ടും, സ്പെസിഫിക് ഗ്രാവിറ്റി കിട്ടും. ഇതൊന്ന് ജനറലൈസ്ഡ് ഫോമിലോട്ട് മാറ്റി ചെയ്തിരിക്കുന്നതാണ്. എസ് എച്ച് എന്ന് പറഞ്ഞാൽ
ഹെവിയർ ഫ്ലൂയിഡ് എന്നുള്ള സെൻസിലെടുത്തതാണ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഹെവിയർ ഫ്ലൂയിഡ് ആണെന്ന് പറഞ്ഞിട്ടുള്ളതാണ്. SH എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ഹെവിയർ ലിക്വിഡ്, അതായത് മാനോമെട്രിക് ലിക്വിഡ്. ഡെൻസിറ്റി ഓഫ് മാനോമെട്രിക് ഫ്ലൂയിഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ. നൊട്ടേഷൻസ് നോക്കണ്ട, ഇവിടെ M ആണ് മാനോമെട്രിക് എന്നുള്ളത്, ഇവിടെ H എടുത്തിരിക്കുന്ന ഹെവിയർ ഫ്ലൂയിഡ് എന്നുള്ള സെൻസിലാണ്. കാരണം ലൈറ്റർ ഫ്ലൂയിഡ് വരുന്ന സമയത്ത് ഇക്വേഷന് മാറ്റം വരും. S0 എന്താണ്? സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ലിക്വിഡ് ഫ്ലോയിങ് ത്രൂ ദ പൈപ്പ്. അതിൻ്റെ ഡെൻസിറ്റി ഡിവൈഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ ചെയ്താൽ എന്ത് കിട്ടി? അതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി കിട്ടി. നോർമലി നമ്മൾ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ഈ ഇക്വേഷനായിരിക്കും ഉപയോഗിക്കുന്നുണ്ടാവുക. കാരണം ഡെൻസിറ്റീനെക്കാട്ടിയും കൂടുതൽ സ്പെസിഫിക് ഗ്രാവിറ്റി വെച്ചിട്ടാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ വാല്യൂസ് ഉണ്ടാവുക. ഓക്കെ, ഇതാണ് ഉപയോഗിക്കേണ്ട ഇക്വേഷൻ. ഇനി ഇവിടെ നമ്മൾ ഹെവിയർ ഫ്ലൂയിഡ് ഉപയോഗിക്കുന്ന പറഞ്ഞു. അടുത്തെന്താണ്? ലൈറ്റർ ഫ്ലൂയിഡ് ഉപയോഗിക്കാം. മാനോമെട്രിക് ഫ്ലൂയിഡായിട്ട് ലൈറ്റർ ഫ്ലൂയിഡ് ഉപയോഗിക്കാം. മീൻസ് ഇൻവേർട്ടഡ് യൂട്യൂബ് ഡിഫറൻഷ്യൽ മാനോമീറ്റർ വരുന്ന സമയത്ത് എന്താണ്? അതിലെ മാനോമെട്രിക് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞത് ലൈറ്റർ ഫ്ലൂയിഡാണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ എങ്ങനെ മാറും? H = x × 1 - SL/S0. തൊട്ട് മുമ്പേ ഇവിടെയായിരുന്നു SH/S0 ഉണ്ടായിരുന്നു, ഇപ്പുറത്തെ 1 ഉണ്ടായിരുന്നു. നേരെ മാറി x × 1 - SL/S0. SL എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ലൈറ്റർ ലിക്വിഡ്. ലൈറ്റർ ലിക്വിഡ് പറഞ്ഞാൽ നമ്മളെ മാനോമെട്രിക് ലിക്വിഡ്. അതെന്തായിരിക്കും? ഫ്ലോ ചെയ്യുന്ന ഫ്ലൂയിഡിനെക്കാട്ടിയും ഡെൻസിറ്റി കുറഞ്ഞൊരു ലിക്വിഡായിരിക്കും. അതാണ് ലൈറ്റർ ലിക്വിഡ് എന്ന് പറയുന്നത്. ഇനി ഇൻക്ലൈൻഡ് വെഞ്ചുറിമീറ്റർ. ഇൻക്ലൈൻഡ് വെഞ്ചുറിമീറ്ററിൻ്റെ കേസിൽ ശ്രദ്ധിക്കേണ്ടത്, ഇതിൻ്റെ ഡെറിവേഷൻ ഒന്നും പറയുന്നില്ല, ഇത് വെച്ചുള്ള പ്രോബ്ലമാണ് നിങ്ങൾക്ക് ചോദിക്കുന്നത്. ഡെറിവേഷൻ ഹൊറിസോണ്ടലിന് ചെയ്താൽ മതി. ഇനി അത് ചെയ്താൽ കിട്ടുന്ന ആക്ച്വൽ ഡിസ്ചാർജ് സെയിം എക്സ്പ്രഷൻ തന്നെ നിങ്ങൾക്ക് ചെയ്താൽ കിട്ടും. CD × A1A2 √2GH/√A1² - A2². പക്ഷേ ഇവിടെ H ശ്രദ്ധിക്കണം. H എന്ന് പറഞ്ഞാൽ തൊട്ട് മുമ്പിലത്തെ കേസിലെ സെയിം എക്സ്പ്രഷൻ അല്ല Hന് വരിക, അത് ഹൊറിസോണ്ടലിൻ്റെതാണ്. ഇൻക്ലൈൻഡ് അല്ലെങ്കിൽ ഇത് സെയിം സാധനങ്ങൾ ആർക്കും കൂടെ അപ്ലിക്കബിൾ ആണ്. കറക്റ്റ് വെർട്ടിക്കൽ വെഞ്ചുറിമീറ്റർ നേരെ വെർട്ടിക്കലായിട്ട് നിൽക്കുന്നത്, അല്ലെങ്കിൽ 90 ഡിഗ്രി ഇൻക്ലൈൻഡ് എന്ന് വിചാരിക്കുക. സെയിം എക്സ്പ്രഷനാണ് വരിക. ഇവിടെ Hൻ്റെ വ്യത്യാസമുണ്ട്. Hൻ്റെ വ്യത്യാസം എന്ന് വെച്ചാൽ ഇവിടെയല്ല, മാനോമെട്രിക് ഫ്ലൂയിഡിൻ്റെ ഈ X തന്നിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ H കണ്ടുപിടിക്കാൻ വേണ്ടി സെയിം എക്സ്പ്രഷനാണ്. അതിപ്പം ഇൻക്ലൈൻഡ് ആയാലും വെർട്ടിക്കലായാലും ഹൊറിസോണ്ടലായാലും സെയിം ആണ്. പക്ഷേ ആ പ്രഷർ ഹെഡ് അത് ചെറിയൊരു മാറ്റം വരും. തൊട്ട് മുമ്പിൽ നമുക്ക് H = എന്തായിരുന്നു? P1 - P2/ρg ആയിരുന്നു. പക്ഷേ ഇൻക്ലൈൻഡിൻ്റെ കേസിൽ H വരുന്ന സമയത്ത് നിങ്ങൾക്ക് ബിറ്റ്വീൻ 1 and 2 ബെർണോളിസ് ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ ഈ ടേം കിട്ടും. പക്ഷേ നമുക്ക് തൽക്കാലം ആവശ്യമില്ലാത്തതുകൊണ്ട് ചെയ്യുന്നില്ല. H = എന്താ? P1/ρg + Z1 - P2/ρg + Z2 ആണ്. ഇൻക്ലൈൻഡ് അല്ലെങ്കിൽ വെർട്ടിക്കൽ മാനോമീറ്ററിൽ Hൻ്റെ എക്സ്പ്രഷൻ വേണ്ടുന്നത്. ഈ ഒരു ടേമിന് നമ്മൾ കളക്റ്റീവ് ടേം P/ρg + Z പറയുന്ന പേരെന്താണ്? പീസോമെട്രിക് ഹെഡ് എന്നാണ് ഇതിനെ പറയുക. ഓക്കെ, പക്ഷേ നമുക്ക് പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് H കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ മാനോമെട്രിക് ഈ ഡിഫറൻസ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ പഴയ എക്സ്പ്രഷൻ തന്നെയാണ് വരിക. x × SH/S0 - 1 ഹെവിയർ ഫ്ലൂയിഡാണ് ഉപയോഗിക്കുന്നതെങ്കിൽ. ഓക്കെ, ഈ ഒരു സാധനം ഹൊറിസോണ്ടലായാലും ഇൻക്ലൈൻഡ് ആയാലും വെർട്ടിക്കലായാലും സെയിം ആണ്. Xൻ്റെ വാല്യൂ തന്നിട്ടാണ് H കണ്ടുപിടിക്കേണ്ടതെങ്കിൽ സെയിം എക്സ്പ്രഷൻ എല്ലാ സ്ഥലത്തും ഉപയോഗിക്കേണ്ടത്. നേരെ മറിച്ച് ഈ പോയിൻറ്റിലെ പ്രഷറും ഈ പോയിൻറ്റിലെ പ്രഷറും ഡയറക്റ്റ് സ്റ്റാറ്റിക് പ്രഷറിൻ്റെ വാല്യൂ ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ ആരുപയോഗിക്കണം? ഈ ഇക്വേഷൻ ഉപയോഗിക്കണം. എന്താ? P1/ρg + Z1 - P2/ρg + Z2. പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് മനസ്സിലാവും. അല്ലാണ്ട് P1 - P2/ρg ഡയറക്റ്റ് ഉപയോഗിക്കാൻ വേണ്ടി പാടില്ല ഇൻക്ലൈൻഡ് വെഞ്ചുറിമീറ്ററിന്. അത് ഹൊറിസോണ്ടലിന് മാത്രമേ ഉപയോഗിക്കാൻ വേണ്ടി പാടുള്ളൂ. ഇനി ലൈറ്റർ ഫ്ലൂയിഡാണ് ഉപയോഗിക്കുന്നതെങ്കിലോ H = ഈ ടേം സെയിം ആണ്. ഇവിടെ എന്ത് വരും? x × 1 - SL/S0 എന്ന് വരും. ഓക്കെ, ഈ ഒരു എക്സ്പ്രഷൻ വെച്ചിട്ടാണ് H കണ്ടുപിടിക്കേണ്ടത്. എപ്പോഴും Xൻ്റെ വാല്യൂ അറിയെങ്കിൽ. ഇനി P1 P2 തന്നിട്ടില്ലെങ്കിൽ ഇത് വെച്ചിട്ട് തന്നെ ഡയറക്റ്റ് നമുക്ക് ചെയ്യാം, ഇതിൻ്റെ ആവശ്യം വരുന്നില്ല. ഇനി വെഞ്ചുറിമീറ്ററിൻ്റെ പ്രോബ്ലംസ് നോക്കാം. ആദ്യം ഹൊറിസോണ്ടൽ വെഞ്ചുറിമീറ്റർ അല്ല ഹൊറിസോണ്ടൽ പൈപ്പിൽ കണക്ട് ചെയ്ത് വെഞ്ചുറിമീറ്ററിൻ്റെ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യും. അതിനുശേഷം ഇൻക്ലൈൻഡ് ഡിസ്കസ് ചെയ്യും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: A horizontal venturimeter with inlet and throat diameters 30 cm and 15 cm respectively is used to measure the flow of water. The reading of differential manometer connected to inlet and throat is 20 cm of mercury. Determine rate of flow. Take CD = 0.98. ക്വസ്റ്റ്യൻ വായിച്ചിട്ട് എന്ത് ചെയ്യുക? അതിൻ്റെ ഫിഗർ ആദ്യം വരക്കണം. എന്തൊക്കെ തന്നിട്ടുണ്ട്? ഇവിടുത്തെ ഡയമീറ്റർ, ഇൻലെറ്റ് ഡയമീറ്റർ 30 തന്നിട്ടുണ്ട്. ത്രോട്ട് ഡയമീറ്റർ എത്രയാണ്? 15 തന്നിട്ടുണ്ട്. പിന്നെന്താ? ഡിഫറൻഷ്യൽ മാനോമീറ്റർ വർക്കിംഗ് ഫ്ലൂയിഡ് എന്താണ്? മെർക്കുറിയാണ്. മെർക്കുറി നമ്മളെ ഇതെന്താ? വാട്ടറാണ് ഇവിടെ ഫ്ലോ ചെയ്യുന്ന മാനോമെട്രിക് ഫ്ലൂയിഡ് എന്താണ്? മെർക്കുറിയാണ്.
ഇതിൻ്റെ ഡെൻസിറ്റി എത്രയാണ് വാട്ടറിൻ്റെ? 1000 ആണ്. മെർക്കുറിയുടേത് 13,600 ആണ്. ആരുടെ ഡെൻസിറ്റിയാണ് കൂടുതൽ? മെർക്കുറിയുടെ ഡെൻസിറ്റി കൂടുതലാണ്. മീൻസ് നമ്മുടെ മാനോമെട്രിക് ഫ്ലൂയിഡ് എന്ന് പറയുന്നത് ഹെവിയർ ഫ്ലൂയിഡാണ്. പിന്നെ തന്നിട്ടുണ്ട് ആ ലെവൽ ഡിഫറൻസ്, ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ലിംബ് തമ്മിലുള്ള ലെവൽ ഡിഫറൻസ് 20 സെൻറ്റിമീറ്റേഴ്സ് ആണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ പ്രഷർ കുറവാണ്, ഇവിടെയാണ് പ്രഷർ കൂടുതൽ. മീൻസ് ഈ ലെഫ്റ്റ് ലിംബിലായിരിക്കണം ഡൗൺ ആയിട്ട് നിൽക്കേണ്ടത്, റൈറ്റ് ലിംബ് എന്ത് ചെയ്യണം? ഇൻക്രീസ് ചെയ്തിട്ട് നിൽക്കണം. ഹയർ ലെവലിലായിരിക്കും റൈറ്റ് ലിംബ് ഉണ്ടാവുക, കാരണം ഇവിടെ പ്രഷർ കുറവാണ്, ഇവിടെ പ്രഷർ കൂടുതലാണ്. അതുകൊണ്ടാണ് ഇത് ഡൗൺ ആയിട്ട് നിൽക്കുന്നത്. ഈ എക്സിൻ്റെ വാല്യൂ എത്ര തന്നിട്ടുണ്ട്? 20 സെൻറ്റിമീറ്റേഴ്സ് ഓഫ് മെർക്കുറി എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണ് ഇവിടുത്തെ ഡയമീറ്റർ 30, ഏരിയ അങ്ങനെ കണ്ടുപിടിക്കുക π/4 × d². അതേപോലെ ഇവിടുത്തെ ഏരിയയും സെയിം കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. അതേപോലെ π/4 × d², കാരണം സർക്കുലർ ക്രോസ് സെക്ഷനാണ്. സി ഡിൻ്റെ വാല്യൂ 0.98 എന്ന് തന്നിട്ടുണ്ട്. നമ്മളെ ഡിസ്ചാർജ് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ ഇതാണ്. ഇതിൽ ആരൊക്കെ ഇപ്പം കിട്ടി? A1 അറിയാം, A2 അറിയാം, CD അറിയാം. ഇനി H മാത്രമേ അൺനോൺ ഉള്ളൂ. H കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? എക്സിൻ്റെ വാല്യൂ 20 തന്നിട്ടുണ്ട്, ഹെവിയർ ഫ്ലൂയിഡ് ആണെന്ന് മനസ്സിലായി. ഇക്വേഷൻ ഏതാണ്? H = x × SH/S0-1. SH എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് മെർക്കുറി 13.6 ആണ്. S0 എന്ന് പറഞ്ഞാൽ വർക്കിംഗ് ഫ്ലൂയിഡിൻ്റെതാണ്, വാട്ടറാണ്. സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ 1 ആണ്. സോൾവ് ചെയ്താൽ എന്ത് കിട്ടും? അതിൻ്റെ വാല്യൂ കിട്ടി. ന്യൂമറിക്കൽ വാല്യൂസ് പറയുന്നില്ല, കാരണം നമുക്കെന്താണ് സ്റ്റെപ്സാണ് ഇമ്പോർട്ടൻറ്റ്. എക്സാമിന് ന്യൂമറിക്കൽ വാല്യൂസ് മാറിയിട്ടുണ്ടെങ്കിലും സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റണം. ഇതിൻ്റെ വാല്യൂ, എച്ചിൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനാണ്. എന്ത് കിട്ടും? ഡിസ്ചാർജ് ക്യൂവിൻ്റെ വാല്യൂ കിട്ടും. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇവിടെ നമ്മളിപ്പം നോർമലി എല്ലാ SI യൂണിറ്റിൽ മീറ്റേഴ്സിലാണ് ചെയ്യുന്നത്. ഇവിടെ ഞാനിപ്പോൾ എന്താണ് എല്ലാം സെൻറ്റിമീറ്റേഴ്സിലാണ് എടുക്കുന്നത്. ഏത് യൂണിറ്റ് വേണമെങ്കിൽ എടുക്കുക, പക്ഷേ എല്ലാം കൺസിസ്റ്റൻ്റ് യൂണിറ്റിലായിരിക്കണമെന്നില്ല. എടുക്കുന്നുണ്ടെങ്കിൽ എല്ലാം സെൻറ്റിമീറ്റേഴ്സിൻ്റെ ടേംസിൽ, അല്ലെങ്കിൽ എല്ലാം മീറ്റേഴ്സിൻ്റെ ടേംസിൽ, ഏതായാലും പ്രശ്നമില്ല. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ജീൻ്റെ വാല്യൂ, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 9.81 m/s² ആണ് നമ്മളെ വാല്യൂ. ഇവിടെ ഞാൻ എല്ലാ യൂണിറ്റും സെൻറ്റിമീറ്ററിലാണ് എടുക്കുന്നത്, മീറ്ററല്ല. അതുകൊണ്ട് എന്താ അതിനെ എന്ത് ചെയ്യണം? m/s² cm/s² കൺവേർട്ട് ചെയ്യണം. അതുകൊണ്ടാണ് ഇവിടെ 981 എന്ന് പറഞ്ഞ വാല്യൂ എന്ന് പറയുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, നോർമൽ എല്ലാവരും വരുന്നൊരു മിസ്റ്റേക്കാണത്. സെൻറ്റിമീറ്റേഴ്സിലാണ് എടുക്കുന്നതെങ്കിൽ 9.81 എടുക്കാൻ വേണ്ടി പാടില്ല, ജീൻ്റെ വാല്യൂ 981 തന്നെ എടുക്കണം. സോൾവ് ചെയ്താൽ എന്ത് കിട്ടും? അതിൻ്റെ വാല്യൂ കിട്ടും. Q = 125,756 cm³/s. അതിനാണ് ലിറ്റർ/സെക്കൻഡ് വേണമെങ്കിൽ കൺവേർട്ട് ചെയ്താൽ മതി. കൺവേർട്ട് ചെയ്യണമെങ്കിൽ എങ്ങനെയാണ്? ഇതിനെ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും? ഡയറക്റ്റ് ലിറ്റർ/സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. നിർബന്ധമൊന്നുമില്ല, ഇവിടെ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്താലും മതി. സെക്കൻഡ് ക്വസ്റ്റ്യൻ. The inlet and throat diameter of horizontal venturimeter are 30 cm and 10 cm respectively. The liquid flowing through the meter is water. The pressure intensity at inlet is 13.734 Newton/cm², while vacuum pressure head at throat is 37 cm of mercury. Find the rate of flow. Assume that 4% of differential head is lost between inlet and throat. ഇവിടെ if അല്ല, 4% ഓഫ് ഡിഫറൻഷ്യൽ ഹെഡ് ആണ് വേണ്ടുന്നത്. ഫൈൻഡ് ഓൾസോ ദ വാല്യൂ ഓഫ് CD ഫോർ വെഞ്ചുറിമീറ്റർ. ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇൻലെറ്റ് ആൻഡ് ത്രോട്ട് ഡയ തന്നിട്ടുണ്ട്. ഇൻലെറ്റ് ഡയ എത്രയാണ്? 30 ആണ്. ഇവിടുത്തെ ഡയമീറ്റർ എത്രയാണ്? 10 cm ആണ്. പിന്നെ ലിക്വിഡ് ഫ്ലോയിങ് ത്രൂ വെഞ്ചുറിമീറ്റർ ഈസ് വാട്ടർ എന്ന് തന്നിട്ടുണ്ട്. പിന്നെന്താ ഇവിടെ ഇല്ല, ശ്രദ്ധിക്കണം. ക്വസ്റ്റ്യനിലെ വാല്യൂ ഡയറക്റ്റ് നമുക്ക് ഇത് തന്നിട്ടില്ല, എക്സിൻ്റെ വാല്യൂ ഡയറക്റ്റ് തന്നിട്ടില്ല. അതിന് പകരം തന്നിരിക്കുന്ന വാല്യൂ എന്താണ്? ഇവിടുത്തെ പ്രഷർ തന്നിട്ടുണ്ട് 13.734 Newton/cm². സ്റ്റാറ്റിക് പ്രഷർ Pൻ്റെ വാല്യൂ ആണ്. യൂണിറ്റ് നോക്കിയാൽ മനസ്സിലാവും, Newton/m², അല്ലെ Newton/cm² തരുന്ന വാല്യൂ എന്താണ്? P ആണ്, അല്ലാതെ P/ρg അല്ല. പിന്നെ ഇവിടുത്തെ പ്രഷർ എങ്ങനെയാണ് തന്നിരിക്കുന്നത്? ഹെഡാണ്, ഇൻ ടേംസ് ഓഫ് മെർക്കുറിയാണ്. വാക്വം പ്രഷറാണ് തന്നിട്ടുണ്ട് 37 cm ഓഫ് മെർക്കുറി. അതിനെല്ലാം നമ്മൾ കൺവേർട്ട് ചെയ്യണം, കാരണം ഇവിടെ വർക്കിംഗ് ഫ്ലൂയിഡിൻ്റെ ടേംസിൽ മാത്രമേ എല്ലാം ഉണ്ടാകാൻ വേണ്ടി പാടുള്ളൂ. വർക്കിംഗ് ഫ്ലൂയിഡ് എന്താണ്? വാട്ടറാണ്. അതെങ്ങനെ കൺവേർട്ട് ചെയ്യേണ്ടത് നോക്കാം. ഫ്ലോ റേറ്റ് കണ്ടുപിടിക്കണം. അസ്യൂം ദാറ്റ് 4% ഓഫ് ഡിഫറൻഷ്യൽ ഹെഡ് ഈസ് ലോസ്റ്റ് ബിറ്റ്വീൻ ഇൻലെറ്റ് ആൻഡ് ത്രോട്ട്. ഓൾറെഡി പറഞ്ഞു ഇവിടെ ഓഫ് അല്ല, ഈഫ് അല്ല, ഇവിടെ വേണ്ടുന്ന 4% ഓഫ് ഡിഫറൻഷ്യൽ ഹെഡ്. അതായത് ഈ പ്രഷർ ഹെഡിൻ്റെ 4% എന്താണ്? ലോസ് ആണ്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് CD ഫോർ വെഞ്ചുറിമീറ്റർ. ഓക്കെ, D1 തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാം?
π/4 d സ്ക്വയർ. അതേപോലെ d2 വന്നിട്ടുണ്ട് ഏരിയ π/4 d2 സ്ക്വയർ ചെയ്താൽ അവിടുത്തെയും രണ്ട് സ്ഥലത്തിലെ ഏരിയയും കിട്ടും. ഇനി കൺവേർഷനാണ്. P1 അവിടുത്തെ സ്റ്റാറ്റിക് പ്രഷറാണ് തന്നിരിക്കുന്നത്. യൂണിറ്റ് ന്യൂട്ടൺ പെർ സെൻറ്റിമീറ്റർ സ്ക്വയറിന് അങ്ങോട്ട് കൺവേർട്ട് ചെയ്തു, ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറോട്ട് കൺവേർട്ട് ചെയ്തു. ഇനി അതിൻ്റെ ഹെഡ് കിട്ടാൻ എന്ത് ചെയ്യണം? P/ρg ചെയ്താൽ മതി. നമ്മളെ പ്രഷർ ഹെഡ് എന്താണ്? P/ρg ആണ്. നമ്മളെ വർക്കിംഗ് ഫ്ലൂയിഡ് വാട്ടർ ആയതുകൊണ്ട് 1000 × 9.81. ഓക്കെ, ആ വാല്യൂ കിട്ടി. പിന്നെ ത്രോട്ടിൽ ഡയറക്റ്റായിട്ട് ഹെഡാണ് തന്നിരിക്കുന്നത്. മീറ്റേഴ്സിലാണ് തരുന്നെങ്കിൽ മനസ്സിലാക്കണം അത് ഹെഡാണ്. ഇങ്ങനത്തെ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ ന്യൂട്ടൺ പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ എല്ലാം സ്റ്റാറ്റിക് പ്രഷറാണ്. അതിനെ ഹെഡിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഇവിടെ എന്താണ് -37 എടുത്തിരിക്കുന്നതിൻ്റെ കാരണം എന്താ? ഇവിടെ പറഞ്ഞിട്ടുണ്ട് വാക്വം പ്രഷറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് -37 എടുത്തിരിക്കുന്നത്. നെഗറ്റീവ് വാല്യൂ നമ്മൾ ഡാറ്റമായിട്ട് എടുത്തിരിക്കുന്നത് അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ്. അതിൽ കൂടുതലില്ല പോസിറ്റീവ്, താഴെയില്ല എന്താണ് നെഗറ്റീവ് അല്ലെങ്കിൽ വാക്വം. ഓക്കെ, ഇനി അതിനെന്ത് കൺവേർട്ട് ചെയ്യണം? ഇത് 37 സെൻറ്റിമീറ്റേഴ്സ് ഓഫ് മെർക്കുറിയാണ്. അതിനൊക്കെ എന്തിലോട്ട് കൺവേർട്ട് ചെയ്യണം? മീറ്റേഴ്സ് ഓഫ് വാട്ടറിലോട്ട് കൺവേർട്ട് ചെയ്യണം. അങ്ങനെ കൺവേർട്ട് ചെയ്തിരിക്കുന്നത് നോക്കി, -37 × 13.6/100. 100 എന്തിനായിരിക്കും? സെൻറ്റിമീറ്ററിനെ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ എനിക്ക് മെർക്കുറി എന്ന് വാട്ടറിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? × 13.6. ആ വാല്യൂ എങ്ങനെയായിരിക്കും വന്നിട്ടുണ്ടാവുക? ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ പ്രഷർ, ഈ കോളമായിട്ട് പറഞ്ഞിരിക്കുന്ന പ്രഷർ, അതിനെ കൺവേർട്ട് ചെയ്താൽ എനിക്കെന്തോ സ്റ്റാറ്റിക് പ്രഷർ കിട്ടുമല്ലേ? ആ സ്റ്റാറ്റിക് പ്രഷറിൻ്റെ വാല്യൂ ഇപ്പം ഏത് ഫ്ലൂയിഡ് എടുത്താലും സെയിം ആയിരിക്കണം. നിങ്ങൾക്ക് വേണം മെർക്കുറി എടുക്കുക, അല്ലെങ്കിൽ വാട്ടർ എടുക്കുക, അല്ലെങ്കിൽ ആൽക്കഹോൾ എടുക്കുക, എന്തെങ്കിലും ആയിക്കോട്ടെ. പക്ഷേ ഈ P എന്ന് പറഞ്ഞ വാല്യൂ എന്തായിരിക്കും? സെയിം ആയിരിക്കും. ആ ഡിഫറൻസ്, ആ ഹെഡ് മാറാനുള്ള കാരണം എന്താണ്? ഓരോന്നിൻ്റെയും ഡെൻസിറ്റിയുടെ ഡിഫറൻസ് ആണ്. ഓക്കെ, P = h/ρg നമ്മൾ നോർമൽ ഇക്വേഷനാണ്. ഇവിടെ ഇപ്പം ഈ P എന്ന് പറഞ്ഞാൽ ഏത് ഫ്ലൂയിഡ് എടുത്താലും സെയിം. ഇപ്പം ഞാൻ മെർക്കുറി ടേംസ് കണ്ടുപിടിക്കുന്ന ഒരു വാല്യൂ കിട്ടും. ആ സെയിം വാല്യൂ തന്നെ വാട്ടറിൻ്റെ ടേംസ് കണ്ടുപിടിച്ചാലും കിട്ടണം. ഓക്കെ, ഇത് ജനറൽ ഇക്വേഷനാണ് എഴുതിയിരിക്കുന്നത്. പക്ഷേ H സെയിം P ആണെങ്കിലും H ഡിഫറൻ്റ് ആയിരിക്കും. മെർക്കുറിക്ക് കിട്ടുന്ന H ആയിരിക്കില്ല വാട്ടറിന് കിട്ടുന്നത്. കാരണം എന്താ? അവിടെ ഡെൻസിറ്റി ചേഞ്ച് ഉണ്ട്. മെർക്കുറിയുടെ ഡെൻസിറ്റി അല്ല വാട്ടറിൻ്റെ ഡെൻസിറ്റി. G രണ്ടിലും കോമൺ ടേം വന്ന് ക്യാൻസൽ ചെയ്ത് പോകും. ഓക്കെ, ഇനി അങ്ങനെ ഇക്വേഷൻ വരുന്നത് നോക്കാം. ഇവിടെ എന്ത് വന്നു? ഈ രണ്ട് ഇക്വേഷൻ ഞാൻ മാറ്റി ചെയ്തിട്ടുണ്ട്. G രണ്ട് സൈഡിൽ നിന്ന് ക്യാൻസൽ ചെയ്തു. ബാക്കി എന്താ? HM × ρm = HF × ρf. F എന്ന് വെച്ചാൽ വർക്കിംഗ് ഫ്ലൂയിഡ്. എനിക്ക് കണ്ടുപിടിക്കേണ്ടത് HM തന്നിട്ടുണ്ടാവും, HFലേക്ക് കൺവേർട്ട് ചെയ്യണം. HF = HM × ρm/ρf. ഇനി ഈ കേസിൽ എന്തായി? HM എന്ന് പറഞ്ഞാൽ മാനോമെട്രിക് ഫ്ലൂയിഡ്, നമുക്ക് ഇവിടെ മെർക്കുറി ഉള്ളത്. ഓക്കെ, HM × അതിൻ്റെ ഡെൻസിറ്റി എത്രയാണ്? 13,600 ആണ്. ഇവിടെ വർക്കിംഗ് ഫ്ലൂയിഡ് എന്താണ്? നമ്മൾ വാട്ടറാണ്. അതിൻ്റെ ഡെൻസിറ്റി എത്രയാണ്? 1000 ആണ്. ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും? 13.6. അതായത് HW, ഹെഡ് ഇൻ ടേംസ് ഓഫ് വാട്ടർ = ഹെഡ് ഇൻ ടേംസ് ഓഫ് മെർക്കുറി × 13.6. ആ ഇക്വേഷനാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഡയറക്റ്റായിട്ട് നോക്കിയാൽ മനസ്സിലാവുന്നുണ്ടെങ്കിൽ സ്റ്റെപ്സ് നോക്കിയാൽ അത് മനസ്സിലാവും എങ്ങനെയാണത് വരുന്നതെന്നുള്ളത്. ഓക്കെ, അവിടുത്തെ എനക്കെന്ത് കിട്ടി? ഫസ്റ്റത്തെ 1 എന്ന് പറഞ്ഞ പോയിന്റിലെ ഹെഡ് കിട്ടിയിട്ടുണ്ട്. അതേമാതിരി 2 ത്രോട്ടിലെ ഹെഡും കിട്ടിയിട്ടുണ്ട്. ഇനി H എങ്ങനെ കണ്ടുപിടിക്കുക? H കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ ഡെറിവേഷനിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. P1 - P2/ρg ആണ്. അല്ലെങ്കിൽ P1/ρg - P2/ρg. അതിൽ P1/ρgയുടെ വാല്യൂ കിട്ടിയിട്ടുണ്ട്, മൈനസ് P2/ρgയും കിട്ടിയിട്ടുണ്ട്. അത് വാക്വം ആയതുകൊണ്ട് നെഗറ്റീവ്, രണ്ടും കൂടെ ആഡ് ചെയ്ത് എന്തായി? Hൻ്റെ വാല്യൂ കിട്ടി. പിന്നെന്താ പറഞ്ഞിട്ടുണ്ട്? ഒരു ഹെഡ് ലോസ് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? 4% ഓഫ് ഹെഡ് അത് ലോസ് ആയിട്ട് പോകുന്നുണ്ട്. ആണ് ഈ HF ഞാൻ പറഞ്ഞിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നത്, അല്ല എഴുതിയിരിക്കുന്നത്. അതായത് ആ ഇൻലെറ്റിൽ നിന്ന് ത്രോട്ടിലോട്ട് ഫ്ലോ നടക്കുന്ന സമയത്ത് ഹെഡ് ലോസ് ഉണ്ട്. അത് ഹെഡ് ഡിഫറൻസിൻ്റെ 4% ആണ്. അങ്ങനെ എന്ത് കിട്ടും? HF = 4% ഓഫ് ഈ H, അതായത് 4/100 × ആ ടേം. ഹെഡ് ലോസിൻ്റെ എത്ര മീറ്റേഴ്സാണ്? ആ ഫ്ലോ നടക്കുന്ന സമയത്ത് ഇത്രയും മീറ്റേഴ്സ് ഓഫ് ഹെഡ് അല്ലെങ്കിൽ എനർജി ലോസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എന്താണ്? അതൊരു ഐഡിയൽ കേസ് അല്ല അല്ലേ? ആക്ച്വൽ കേസാണ്. CD കണ്ടുപിടിക്കണം. ഈ രണ്ട് ഹെഡ് അറിയാമെങ്കിൽ CD കണ്ടുപിടിക്കാനൊരു ഇക്വേഷൻ ഉണ്ട്. CD = √H - HF/H. ഇത് ഞാൻ തിയറി വരുമ്പോൾ പറഞ്ഞിട്ടുണ്ടായില്ല. ഇക്വേഷൻ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. നമുക്ക് Hൻ്റെ വാല്യൂയും ഹെഡ് ലോസിൻ്റെ വാല്യൂയും കിട്ടിയിട്ടുണ്ടെങ്കിൽ CD കണ്ടുപിടിക്കാൻ ഇക്വേഷനാണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ CDൻ്റെ വാല്യൂ എത്ര കിട്ടും? 0.98 എന്ന് പറഞ്ഞാൽ കിട്ടും. അത് കിട്ടിക്കഴിഞ്ഞാൽ എന്താ? ഡയറക്റ്റായിട്ട് ഡിസ്ചാർജിൻ്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. A1 അറിയാം, A2 അറിയാം, H അറിയാം, CDയും അറിയാം. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് കിട്ടും? അതിലുള്ള ഡിസ്ചാർജിൻ്റെ വാല്യൂ കിട്ടും. ഇവിടെയും ശ്രദ്ധിക്കണം, Gൻ്റെ വാല്യൂ 981 ആണ് എടുക്കേണ്ടത്.
പ്രോബ്ലത്തിൽ എങ്ങനെയാണോ തരുന്നത് ഇൻപുട്ട് നോക്കിയിട്ട് വേണം നമ്മൾ ഈ എച്ചിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഡയറക്റ്റായിട്ട് മെർക്കുറിയുടെ ടേംസിൽ ലെവൽ ഡിഫറൻസ് തന്നിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് അതിൻ്റെ ഇക്വേഷൻ ഉപയോഗിക്കുക. ഇനി 2 പോയിൻറ്റിലെ പ്രഷറാണ് തരുന്നതെങ്കിലോ എച്ച് കണ്ടുപിടിക്കാൻ P1/ρg - P2/ρg. ഇൻപുട്ട് നോക്കിയിട്ട് വേണം എച്ചിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അടുത്തത് പ്രോബ്ലംസ് ഓൺ ഇൻക്ലൈൻഡ് വെഞ്ചുറിമീറ്റർ. First question, a 30 cm into 15 cm venturimeter is inserted in a vertical pipe carrying water, flowing in upward direction. A differential mercury manometer connected to inlet and throat gives a reading of 20 cm. Find the discharge. Take CD is equal to 0.98. Question direct question ആണ്. ഇതിപ്പം ഇൻക്ലൈൻഡോ വെർട്ടിക്കൽ എന്ത് വേണം ആയിക്കോട്ടെ, നമുക്ക് തന്നിരിക്കുന്നത് മെർക്കുറിയുടെ ഡിഫറൻസ് ആണ് ഈ ക്വസ്റ്റ്യനിൽ. മെർക്കുറിയുടെ ഡിഫറൻസ് എന്നാൽ ഡിസ്ചാർജ് കണ്ടുപിടിക്കുന്നത് എളുപ്പമാണ്. ഇവിടെ ക്വസ്റ്റ്യൻ നോക്കിയാൽ 30 cm into 15 cm. ആ തരുന്ന വാല്യൂ എന്താണ്? ഒന്ന് ഫസ്റ്റ് ഹയർ വാല്യൂ അതെന്തായിരിക്കും? പൈപ്പ് ഡയമീറ്റർ അല്ലെങ്കിൽ ഇൻലെറ്റ് ഡയമീറ്റർ ആയിരിക്കും, അതിൻ്റെ ഏരിയ നമുക്ക് കണ്ടുപിടിക്കാം. അതേപോലെ സെക്കൻഡ് എന്താണ്? ത്രോട്ടിൻ്റെ ഡയമീറ്റർ ആയിരിക്കും. ഫിഗർ വരക്കുക. ഇവിടെ ഈ ഡയറക്ഷനിൽ അപ്വേർഡ് ഡയറക്ഷനിലാണ് ഫ്ലോ നടക്കുന്നത്. ഇൻലെറ്റിലും പിന്നെ ത്രോട്ടിലുമായിട്ട് എന്തുണ്ട്? ഡിഫറൻഷ്യൽ മാനോമീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ എക്സിൻ്റെ വാല്യൂ എത്ര തന്നിരിക്കുന്നത്? 20 cm ആണ്. അങ്ങനെയാണെങ്കിൽ എച്ച് എങ്ങനെ കണ്ടുപിടിക്കുക? ഓൾറെഡി ഞാൻ പറഞ്ഞ തിയറി വരുമ്പം പറഞ്ഞാണ്, ഈ എക്സ് തന്നിട്ടുണ്ടെങ്കിൽ എച്ച് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? ഡയറക്റ്റായിട്ട് നമുക്ക് ഈ റിലേഷൻ മാത്രം ഉപയോഗിച്ചാൽ മതി. എച്ച് ഇസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു SH/S0-1. ഏത് കേസ് ആയിക്കോട്ടെ, ഹൊറിസോണ്ടലോ ഇൻക്ലൈൻഡോ അല്ലെങ്കിൽ വെർട്ടിക്കലോ ഏതെങ്കിലും ആയിക്കോട്ടെ, ഡയറക്റ്റായിട്ട് എക്സിൻ്റെ വാല്യൂ ഉണ്ടെങ്കിൽ ഇക്വേഷൻ ഉപയോഗിക്കാം. ഡയറക്റ്റ് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് എത്രയാണ്? 20 × 13.6/1 - 1 വാട്ടറാണ്. ആ വാല്യൂ കിട്ടി. സി ഡിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് കിട്ടും? ഡിസ്ചാർജ് കിട്ടും. ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ എപ്പോഴാണ് ഡിഫറൻസ് വരിക എച്ച് കണ്ടുപിടിക്കുന്നതിൽ? ഇനി ഇവിടുത്തെയും പ്രഷറിൻ്റെ വാല്യൂ P1 P2 എന്ന് പറഞ്ഞിട്ട് Nm/m², Nm/cm² തന്നിട്ടുണ്ടെങ്കിലാണ് ആ ഡിഫറൻസ് അതിൽ വരാൻ വേണ്ടി പോകുന്നത്. അത് അടുത്ത പ്രോബ്ലത്തിൽ കമ്മിങ് പ്രോബ്ലത്തിൽ വരാനുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, a 20 cm into 10 cm venturimeter is inserted in a vertical pipe carrying oil of specific gravity 0.8, the flow of oil is in upward direction. The difference of level between throat and inlet section is 50 cm. The oil mercury differential manometer gives a reading of 30 cm of mercury. Find the discharge of oil. Neglect losses. ക്വസ്റ്റ്യനിൽ എന്ത് തന്നിട്ടുണ്ട്? ഇൻലെറ്റിലെ ഡയമീറ്റർ തന്നിട്ടുണ്ട്, ത്രോട്ടിലെ ഡയമീറ്റർ തന്നിട്ടുണ്ട്, അവിടുത്തെ കറസ്പോണ്ടിങ് ഏരിയാസ് കണ്ടുപിടിക്കുക. പിന്നെ ഓയിലിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി 0.8 ആണ്, മെർക്കുറിയുടെ സ്പെസിഫിക് ഗ്രാവിറ്റി മാനോമെട്രിക് ഫ്ലൂയിഡ് 13.6. പിന്നെ തന്നിട്ടുണ്ട് ഈ ത്രോട്ടും ഇൻലെറ്റും തമ്മിലുള്ള ലെവൽ ഡിഫറൻസ് 50 cm. പിന്നെ എക്സിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. മാനോമെട്രിക് ഫ്ലൂയിഡിൻ്റെ ഡിഫറൻസ് എത്രയാണ്? 30 cm. ഇവിടെ ഈ പ്രോബ്ലത്തിൽ ഡിസ്ചാർജ് മാത്രം കണ്ടുപിടിക്കേണ്ടതുകൊണ്ടാണ് ഈ 50, ഈ ഒരു വാല്യൂ നമുക്കിതിൽ ആവശ്യം വരുന്നില്ല. പിന്നെ ലോസസ് നെഗ്ലക്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുമുണ്ട്. ഓക്കെ, ഈ വാല്യൂസൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യുക? എച്ച് കണ്ടുപിടിക്കുക. എച്ച് കണ്ടുപിടിക്കാൻ ഇൻക്ലൈൻഡ് അല്ലെങ്കിൽ വെർട്ടിക്കൽ വെഞ്ചുറിമീറ്ററിന് 2 ഇക്വേഷൻസ് ഉണ്ട്. ഒന്നിക്കൽ ഈ ഇക്വേഷൻ ഉപയോഗിക്കേണ്ടി വരും, അല്ലെങ്കിൽ ഇത് ഉപയോഗിക്കേണ്ടി വരും. ഇവിടെ നമുക്ക് ഡയറക്റ്റ് എക്സിൻ്റെ വാല്യൂ തന്നുകൊണ്ട് എന്താണ് ഈ ഇക്വേഷൻ നമുക്ക് ഉപയോഗിക്കാം. ഇത് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക? എച്ചിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, എക്സിൻ്റെ വാല്യൂ 30 ആണ്, SH 13.6 മറ്റേ 0.8. സോൾവ് ചെയ്ത് അതിൻ്റെ വാല്യൂ കിട്ടി. പിന്നെ ലോസസ് ഒന്നും ഇല്ല പറഞ്ഞുകൊണ്ട് സി ഡിയുടെ വാല്യൂ എത്രയാണ്? 1 ആണ്. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്ത് കിട്ടും? ക്യൂവിൻ്റെ വാല്യൂ കിട്ടും. ബാക്കിയുള്ള സബ്സ്റ്റിറ്റ്യൂഷനാണ്. ഇവിടെ ശ്രദ്ധിക്കുക, ജീൻ്റെ വാല്യൂ എത്രയാണ്? 981 തന്നെ ജീൻ്റെ വാല്യൂ എടുക്കണം. കാരണം നമ്മൾ എല്ലാ കാൽക്കുലേഷനും ചെയ്യുന്നത് സെൻറ്റിമീറ്റേഴ്സിൻ്റെ ടേമിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഡിസ്ചാർജ് ഓഫ് വാട്ടർ ഫ്ലോയിങ് ത്രൂ എ പൈപ്പ് 30 cm diameter placed in inclined position where a venturimeter is inserted having a throat diameter 15 cm. The difference of pressure between main and throat is measured by liquid of specific gravity 0.6 in an inverted U-tube which gives a reading of 30 cm. The loss of head between main and throat is 0.2 times kinetic head of the pipe. ക്വസ്റ്റ്യൻ എന്താ? ഇൻക്ലൈൻഡ് ആണ്. പിന്നെ 30 cm ഇതിൻ്റെ ഡയമീറ്റർ, അല്ലെങ്കിൽ പൈപ്പ് ഡയ അല്ലെങ്കിൽ ഇൻലെറ്റ് ഡയ എത്ര തന്നിട്ടുണ്ട്? 30 cm തന്നിട്ടുണ്ട്. ത്രോട്ട് ഡയ എത്രയാണ്? 15 cm തന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇൻവേർട്ടഡ് യൂട്യൂബ് മാനോമീറ്റർ ആണ്. നമുക്കങ്ങനെ മനസ്സിലാവുന്നത് മാനോമെട്രിക് ഫ്ലൂയിഡിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി 0.6 ആണ്. നമ്മളെ വർക്കിംഗ് ഫ്ലൂയിഡ് എന്താണ്? വാട്ടറാണ്.
അതിൻ്റെ എന്താണ് സ്പെസിഫിക് ഗ്രാവിറ്റി 1 ആണ്, അല്ലെങ്കിൽ അതിനെക്കാട്ടി ഡെൻസിറ്റി കുറഞ്ഞതാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് എന്താണ് ഇൻവേർട്ടഡ് യൂട്യൂബാണ് അവിടെ ഉപയോഗിക്കുന്ന മാനോമീറ്റർ. ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് തന്നിട്ടുണ്ട് ഇൻവേർട്ടഡ്, അല്ലെങ്കിൽ ആ സ്പെസിഫിക് ഗ്രാവിറ്റി വാല്യൂ അതിൻ്റെ ഡെൻസിറ്റി വാല്യൂ നമുക്ക് എന്ത് ചെയ്യണം, അത് മനസ്സിലാക്കണം. ആ ഒരു ഡിഫറൻസ് മാനോമെട്രിക് ഫ്ലൂയിഡ് തമ്മിലെ ഡിഫറൻസ് എത്ര തന്നിട്ടുണ്ട്, 30 സെൻറ്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. പിന്നെ ഹെഡ് ലോസ് ബിറ്റ്വീൻ ത്രോട്ട് ആൻഡ് മെയിൻ, അതായത് മെയിൻ എന്ന് പറഞ്ഞാൽ ഈ പൈപ്പ്, ഈ ഇൻലെറ്റിലെ ഇവിടെയാണ് ഇതാണ്, ഇതും തൊട്ടിട്ട് ത്രോട്ട് വരെയുള്ള ഹെഡ് ലോസ് എത്ര തന്നിട്ടുണ്ട്, 0.2 ടൈംസ് കൈനറ്റിക് ഹെഡ് ഓഫ് ദി പൈപ്പ്. ഇവിടുത്തെ കൈനറ്റിക് ഹെഡ് പൈപ്പ് ഞാൻ 1 എന്ന് പറഞ്ഞാൽ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെയുള്ള കൈനറ്റിക് ഹെഡ് എന്തായിരിക്കും, V1²/2G ആണ് അവിടുത്തെ കൈനറ്റിക് ഹെഡ് എന്ന് പറയുന്നത്. അതിൻ്റെ 0.2 ടൈംസ് ആണ് ഹെഡ് ലോസ്, അതാണ് ഇവിടെ തന്നിരിക്കുന്നത്. പിന്നെ D1ൻ്റെ വാല്യൂ നമുക്ക് 30 കൊണ്ട് എന്ത് ചെയ്യുക, നമുക്ക് A1 കണ്ടുപിടിക്കുക, അതേപോലെ D2 അറിയുന്നതുകൊണ്ട് A2 കണ്ടുപിടിക്കുക. പിന്നെ എക്സിൻ്റെ വാല്യൂ 30 സെൻറ്റിമീറ്ററും തന്നിട്ടുണ്ട്. ഇനി പ്രഷർ ഹെഡിൻ്റെ ഡിഫറൻസ്, അതിൻ്റെ ഇക്വേഷൻ എന്താണ്, എച്ചിന് 2 ഇക്വേഷൻ ഇൻക്ലൈൻഡ് ആയതുകൊണ്ട് ഒന്ന് ഇതുകൊണ്ട് രണ്ടാമത്തെ ഉണ്ട്. നമുക്കിപ്പോൾ അറിയുന്ന വാല്യൂ എന്താണ്, ഇവിടെ ശ്രദ്ധിക്കണം, ലൈറ്റർ ഫ്ലൂയിഡ് ആയതുകൊണ്ട് H=X×1 - SL/S0 ആണ്. അത് കറക്റ്റ് ശ്രദ്ധിക്കണം. ഇവിടെ ഉപയോഗിക്കുന്ന മാനോമെട്രിക് ഫ്ലൂയിഡ് പറഞ്ഞാൽ നമ്മളെ ഫ്ലോയിങ് ഫ്ലൂയിഡിനെക്കാട്ടിയും ലൈറ്ററാണ്, അല്ലെങ്കിൽ ഡെൻസിറ്റി കുറവാണ്. വാല്യൂ എല്ലാം അറിയുന്നതുകൊണ്ട് സോൾവ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ഈ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എച്ചിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. ഓക്കെ, എച്ചിൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞു. ഇനി ഹെഡ് ലോസ് എത്രയാണ് തന്നിരിക്കുന്നത്, 0.2 ടൈംസ് കൈനറ്റിക് ഹെഡ് ഓഫ് പൈപ്പ്. 0.2 ടൈംസ് കൈനറ്റിക് ഹെഡ് ഓഫ് പൈപ്പ്. കൈനറ്റിക് ഹെഡ് പൈപ്പ് എന്ന് പറഞ്ഞാൽ 1 കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അവിടുത്തെ കൈനറ്റിക് ഹെഡ് എന്താണ്, V1²/2G. ബർണോളിസ് ഇക്വേഷനിലെ ടേമാണ് കൈനറ്റിക് ഹെഡ് എന്ന് പറയുന്നത് V²/2G ആണ്. പൈപ്പിലായതുകൊണ്ട് V1²/2G. ഇപ്പോൾ എന്തൊക്കെ കണ്ടുപിടിച്ചു, എച്ചിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു. എച്ചിന് 2 ഇക്വേഷൻ ഉണ്ട്, ഒന്ന് ഈ ഇക്വേഷനുണ്ട്, ഈ ഇക്വേഷനുണ്ട്. ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഓക്കെ, പിന്നെ HLൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു. ഇനി ബിറ്റ്വീൻ 1 and 2 ഞാൻ ബർണോളിസ് ഇക്വേഷൻ എഴുതുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്, ഹെഡ് ലോസ് ഉണ്ട്, അതും കൂടെ കൺസിഡറേറ്റ് മീൻസ് ലോസ് ഉണ്ട്, അതും കൂടെ കൺസിഡറേറ്റ് മാത്രമേ ബർണോളിസ് ഇക്വേഷൻ എഴുതിക്കൂടൂ. അങ്ങനെ എഴുതാം, P1/ρg + Z1 + V1²/2G = P2/ρg + Z2 + V2²/2G + HL. അതാണ് ഹെഡ് ലോസിനെ ഡിനോട്ട് ചെയ്യുന്നത്. ഇനി എന്ത് ചെയ്യുന്നത്, സെയിം ഇക്വേഷനാണ് എഴുതിയിരിക്കുന്നത്, ഒന്ന് ഞാൻ റീഅറേഞ്ച് ചെയ്ത് എഴുതി. P1/ρg + Z1 അതിനെ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നിട്ട് P2/ρg + Z2 മൈനസ് ചെയ്തു. പിന്നെന്താ ഉള്ളത്, ഇവിടെ V1²/2G ഉണ്ട്, -V2²/2G = HL. ജസ്റ്റ് ഒന്നുമില്ല, ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി. ഈ ഒരു ടേം, ഈ ഫസ്റ്റത്തെ ടേം എന്താണ്, H തന്നെയാണല്ലേ. എച്ചിൻ്റെ ഒരു ഇക്വേഷനാണ് ഈ ഫസ്റ്റത്തെ ടേം, അതിൻ്റെ വാല്യൂ എനിക്കറിയാം. പിന്നെന്താ, HLും ഞാൻ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അത് രണ്ടും ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഈ ഒരു ടേം എന്ന് പറഞ്ഞാൽ 12 ആണ്. പിന്നെ HL ഈ ഒരു ടേം എന്ന് പറഞ്ഞാൽ എന്താണ് കണ്ടുപിടിച്ചിട്ടുണ്ട്, 0.1 × V1²/2G ഉണ്ട്. അതിനുശേഷം എന്ത് ചെയ്യുന്നത്, ഇതിനെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരുന്ന നേരം 12 + 0.8 × V1²/2G - V2²/2G = 0 എന്ന് പറഞ്ഞ് കിട്ടി. ഇക്വേഷൻ നമ്പർ 1 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുന്നത്, കണ്ടിന്യൂറ്റി ഇക്വേഷൻ അപ്ലൈ ചെയ്തിട്ട് എനിക്ക് എന്ത് ചെയ്യണം, V1-നൊരു വാല്യൂ കണ്ടുപിടിക്കണം. നമുക്ക് ഡിസ്ചാർജ് കണ്ടുപിടിക്കേണ്ടത്. ഡിസ്ചാർജ് കണ്ടുപിടിക്കാൻ അതായത് ഏരിയ × വെലോസിറ്റി എന്ന് പറഞ്ഞ ഇക്വേഷൻ നമുക്ക് ഉപയോഗിക്കാം. അതാണ് ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നത്. അതിനൊരു വെലോസിറ്റിയുടെ വാല്യൂ അറിയണം, അത് കണ്ടുപിടിക്കാനാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഓക്കെ, കണ്ടിന്യൂറ്റി ഇക്വേഷൻ ബിറ്റ്വീൻ സെക്ഷൻ 1 and 2 ചെയ്യുന്നു. A1 V1 = A2 V2. അതിൽ നമുക്ക് V1-ൻ്റെ എക്സ്പ്രഷൻ എഴുതാം, A2/A1 × V2. എനിക്ക് വാല്യൂ അറിയാം, അടുത്ത ഡയമീറ്റർ അറിയുന്നതുകൊണ്ട് എന്താണ്, A2 കണ്ടുപിടിക്കുക, A1 കണ്ടുപിടിക്കുക. അങ്ങനെ എന്ത് കിട്ടും, V1 = V2/4 കിട്ടും. ഇനി ആ V1 = V2/4 എന്ന് പറഞ്ഞത് ഇക്വേഷൻ 1-ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇക്വേഷൻ 1-ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ആ ഇക്വേഷൻ ഏതിൻ്റെ ടേംസിലോട്ട് മാറും, തൊട്ട് മുമ്പിലെ ഇക്വേഷൻ, ഈ 1 എന്ന് പറഞ്ഞ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. V1-ന് ഞാൻ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ ആ ഇക്വേഷൻ എന്തിൻ്റെ ടേംസിലോട്ട് മാറി, മൊത്തമായിട്ട് V2-ൻ്റെ ടേംസിൽ. ഒരു ഇക്വേഷൻ ഒരു അൺനോൺ ആയി. അത് സോൾവ് ചെയ്താൽ എന്ത് കിട്ടും, V2-ൻ്റെ വാല്യൂ കിട്ടും. ഇവിടെ ജീൻ്റെ വാല്യൂ നമുക്കറിയാം, അതുകൊണ്ട് ഒരു അൺനോൺ മാത്രമേ, V2 എന്ന് പറഞ്ഞ ഒരു അൺനോൺ മാത്രമേ അതിലുള്ളൂ. സോൾവ് ചെയ്താൽ എന്ത് കിട്ടും, അതിൽ V2-ൻ്റെ വാല്യൂ കിട്ടും. V2-ൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഡിസ്ചാർജ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, ഡിസ്ചാർജ് = ഏരിയ × വെലോസിറ്റി എന്ന് പറഞ്ഞ ഇക്വേഷൻ ഉപയോഗിക്കുക. ഓക്കെ, ഏരിയ × വെലോസിറ്റി ചെയ്താൽ എന്തായി, ആ ഡിസ്ചാർജിൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഇങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ സിമിലർ മോഡലിലെ ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ ഡിസ്ചാർജ് ഓഫ് വാട്ടർ ഫ്ലോയിങ് ത്രൂ എ പൈപ്പ് 20 cm diameter പ്ലേസ്ഡ് ഇൻ ഇൻക്ലൈൻഡ് പൊസിഷൻ where a venturi meter is inserted having a throat diameter 10 cm. The difference of pressure between main and throat is measured by liquid of specific gravity 0.4
in an inverted U-tube which gives a reading of 30 cm. The loss of head between main and throat is 0.2 times kinetic head of pipe. യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്, ഏപ്രിൽ 2018 സെയിം മോഡലാണ്. ഇപ്പോൾ ചെയ്ത സെയിം മോഡലിൻ്റെ പ്രോബ്ലമാണ്, ചെയ്യാൻ വേണ്ടി പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ, എ 30 cm and 15 cm Venturi meter is provided in a vertical pipeline carrying oil of specific gravity 0.9. The flow being upwards. The difference in elevation of the throat section and entrance section of Venturi meter is 30 cm. The differential U-tube mercury manometer shows a gauge deflection of 25 cm. Calculate discharge of oil. Second one, pressure difference between entrance and throat. Take coefficient of meter as 0.98 and specific gravity of mercury as 13.6. ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് എല്ലാ ഇക്വേഷൻസും ഉപയോഗിക്കേണ്ട ഒരു ക്വസ്റ്റ്യനാണ്. എന്തൊക്കെ തന്നിട്ടുണ്ട്? ഇൻലെറ്റിലെ ഡയമീറ്റർ തന്നിട്ടുണ്ട് 30, അതേപോലെ ത്രോട്ട് ഡയമീറ്റർ 15 cm തന്നിട്ടുണ്ട്. ഫ്ലോ ചെയ്യുന്ന ഓയിലിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എത്രയാണ്? 0.9 ആണ്. അപ്വാർഡ് ഡയറക്ഷനിൽ ഫ്ലോ. പിന്നെ ത്രോട്ടും ഇതും തമ്മിലെ ലെവൽ ഡിഫറൻസ് എത്രയാണ്? 30 cm എന്ന് തന്നിട്ടുണ്ട്. അത് ഈ പ്രോബ്ലത്തിൽ ആവശ്യമുണ്ട്, കാരണം പ്രഷർ ഡിഫറൻസ് ബിറ്റ്വീൻ എൻട്രൻസ് ആൻഡ് ത്രോട്ട് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ യൂട്യൂബിലെ ഡിഫറൻസ് എക്സിൻ്റെ വാല്യൂ എത്രയാണ്? 25 എന്ന് തന്നിട്ടുണ്ട്. ആദ്യം നമുക്ക് രണ്ട് ഏരിയ കണ്ടുപിടിക്കുക, അതേപോലെ ലെവൽ ഡിഫറൻസ് Z2 - Z1 എന്ന് പറയുന്ന വാല്യൂ. ഇവിടത്തോട്ടുള്ള ഹൈറ്റ് Z2, 1ലോട്ടുള്ള ഹൈറ്റ് Z1. ഏതെങ്കിലും ഒരു ഡാറ്റം ഏതായാലും പ്രശ്നമില്ല, നമ്മൾ എടുക്കുന്ന ഡിഫറൻസാണ്, അത് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഡാറ്റമാണ്. സെയിം ഡാറ്റ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ആ Z2 - Z1 30 എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എച്ചിൻ്റെ ഇക്വേഷൻ ഏതാണ്? ഇതാണ് എച്ചിൻ്റെ ഇക്വേഷൻസ് വരുന്നത്. ഇൻക്ലൈൻഡ് ആയതുകൊണ്ട് P1/ρg + Z1 - P2/ρg + Z2 ഈസ് ഈക്വൽ ടു ഏത് വഴിയും കണ്ടുപിടിക്കാം. ഒന്നിക്കൽ ഇത് അല്ലെങ്കിൽ ഇത്. നമുക്ക് ഡയറക്റ്റായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഏതാണ്? എക്സിൻ്റെ വാല്യൂ അറിയാം അല്ലേ? എക്സിൻ്റെ വാല്യൂ അറിയെങ്കിൽ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് കിട്ടും? എച്ചിൻ്റെ വാല്യൂ കിട്ടി. ഓക്കെ, എച്ചിൻ്റെ വാല്യൂ അറിയെങ്കിൽ എന്ത് ചെയ്യാം? ഡയറക്റ്റായിട്ട് നമുക്ക് ക്വസ്റ്റ്യനിൽ ബാക്കിയെല്ലാ വാല്യൂസും തന്നിട്ടുണ്ട്. ഇവിടെ സി ഡിൻ്റെ വാല്യൂ എന്താണ്? 0.98 എന്ന് തന്നിട്ടുണ്ട്. ഡയറക്റ്റായിട്ട് എന്ത് ചെയ്താൽ മതി? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. സി ഡി ഇൻറ്റു A1 അറിയാം, A2 അറിയാം, എച്ച് വരെ കിട്ടി. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് കിട്ടി? ഡിസ്ചാർജ് കിട്ടി. ഈ ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് സെക്ഷനായി. ഡിസ്ചാർജ് ഓഫ് ഓയിൽ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി എന്താ? പ്രഷർ ഡിഫറൻസ് ബിറ്റ്വീൻ എൻട്രൻസ് ആൻഡ് ത്രോട്ട്. അതെന്തായിരിക്കും? P1 - P2 ആണ്. അത് കണ്ടുപിടിക്കാനാണ് നമുക്ക് ഈ 30 എന്ന് പറഞ്ഞ ഈ ലെവൽ ഡിഫറൻസിൻ്റെ ആവശ്യം വരുന്നത്. ഓക്കെ, അതങ്ങനെ ചെയ്ത് നോക്കാം. പ്രഷർ ഡിഫറൻസ് ബിറ്റ്വീൻ എൻട്രൻസ് ആൻഡ് ത്രോട്ട്. എച്ചിൻ്റെ ഇക്വേഷൻസ്, രണ്ട് ഇക്വേഷൻസ് ഉണ്ട്, ശ്രദ്ധിക്കണം. ഇൻക്ലൈൻഡ് ആകുമ്പോൾ ഹൊറിസോണ്ടൽ ആകുമ്പോൾ ഈ ഒരു എക്സ്പ്രഷന് വ്യത്യാസമുണ്ട്. ഇവിടെ ഇൻക്ലൈൻഡ് ആയതുകൊണ്ടാണ് ഇത് വരുന്നത്. ഓക്കെ, അത് ഈസ് ഈക്വൽ ടു എന്താ? ഈ ഒരു ടേം വെച്ച് ഓൾറെഡി അത് കണ്ടുപിടിച്ചിട്ടുണ്ട്. എച്ചിൻ്റെ വാല്യൂ എത്രയാണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി എന്താ എനിക്ക് കണ്ടുപിടിക്കേണ്ടത്? ഇതിൽ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുന്നത് P1/ρg - P2/ρg + Z1 - Z2 ഈസ് ഈക്വൽ ടു ആ ടേം കിട്ടി. നമുക്ക് Z2 - Z1 എത്രയാണ്? ലെവൽ ഡിഫറൻസ് 30 തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ അങ്ങനെ Z2 സ്ഥാനത്ത് -30 വരും. P1/ρg - P2/ρg - 30 ഈസ് ഈക്വൽ ടു 352.77. ഓക്കെ, അതിന് P1/ρg - P2/ρg കിട്ടാൻ വേണ്ടി എന്ത് ചെയ്ത് അതിനെ റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോയാൽ എന്ത് കിട്ടി? ആ വാല്യൂ കിട്ടി. നമുക്ക് കിട്ടുന്ന എന്താണ്? ഇവിടെ മീറ്റേഴ്സ് ഓഫ് ഓയിലാണ് കിട്ടിയിരിക്കുന്നത്. അതിനെന്ത് ചെയ്യണം? ഇതിപ്പോൾ ഹെഡാണ്, അതിനകത്ത് സ്റ്റാറ്റിക് പ്രഷറിലോട്ട് കൺവേർട്ട് ചെയ്യണം, സ്റ്റാറ്റിക് പ്രഷർ ഡിഫറൻസിലോട്ട് കൺവേർട്ട് ചെയ്യണം. എന്താ സ്റ്റാറ്റിക് പ്രഷർ ഡിഫറൻസ് പറഞ്ഞാൽ P1 - P2 ഈസ് ഈക്വൽ ടു എന്ത് ചെയ്താൽ മതി? ഈ റോജീനെ കൊണ്ട് ഇപ്പുറ സൈഡിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 3.8277 ഇൻറ്റു റോജി. അതിൻ്റെ ഡെൻസിറ്റി എത്രയാണ്? സ്പെസിഫിക് ഗ്രാവിറ്റി 0.9 ആണെങ്കിൽ ഡെൻസിറ്റി എത്ര വരും? ഇൻറ്റു 1900 ഇത് kg/m³ ആണ് വേണ്ടുന്നത്, cm³ അല്ല. ഇവിടെ 900 kg/m³. ഓക്കെ, ഇനി ഡയറക്റ്റ് ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് കിട്ടും? P1 - P2 കിട്ടും. യൂണിറ്റ് എന്താണ്? ഇവിടെ കിട്ടുന്നത് Nm/m² ആണ്. ഡിവൈഡ് ബൈ 10⁴ ചെയ്താൽ എന്ത് കിട്ടും? Nm/cm²-ലെ വാല്യൂ കിട്ടും. ഇവിടെ 900 kg/m³ ആണ്. സെയിം മോഡലിലെ ക്വസ്റ്റ്യനാണ്. ന്യൂമറിക്കൽ വാല്യൂ മാത്രമേ ഉള്ളൂ. ഡിസംബർ 2018 യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യനാണ്. ഇതൊന്ന് സോൾവ് ചെയ്ത് നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, petrol of specific gravity 0.8 is flowing through a pipe inclined at 30 degree to horizontal in upward direction. A Venturi meter is fitted in this 25 cm diameter pipe. The ratio of area of main and throat is 4 and throat is at a distance of 1.2 meter from
inlet along its length. The U-tube differential manometer connected to the inlet and throat section registers a steady reading of 5 cm of mercury. Find the discharge and pressure difference in kilopascal between throat and entrance section. The meter has a discharge coefficient of 0.95 and relative density of mercury is 13.6. ഇവിടെ ക്വസ്റ്റ്യൻ എന്താ? വർക്കിംഗ് ഫ്ലൂയിഡ് പെട്രോളാണ്, സ്പെസിഫിക് ഗ്രാവിറ്റി 0.8. പിന്നെ ഇൻക്ലിനേഷൻ തന്നിട്ടുണ്ട്. ഇതിൻ്റെ ഹൊറിസോണ്ടലായിട്ടുള്ള ഇൻക്ലിനേഷൻ എത്രയാണ്? 30 ഡിഗ്രിയാണ്. പിന്നെ പൈപ്പിൻ്റെ ഡയമീറ്റർ 25 തന്നിട്ടുണ്ട്. പിന്നെ ഏരിയൻ്റെ റേഷ്യോ തന്നിട്ടുണ്ട്. എത്രയാണ്? 4. പൈപ്പിൻ്റെ ഏരിയ ബൈ ത്രോട്ടിൻ്റെ ഏരിയ 4 ആണ്. പിന്നെ ഇത് തമ്മിലെ ഡിസ്റ്റൻസ്, ആ ഇൻലെറ്റും ത്രോട്ടും തമ്മിലെ ഡിസ്റ്റൻസ് എത്രയാണ്? 1.2 മീറ്റർ. അതിൻ്റെ ലെങ്ത്ത് ലോങ് മീൻസ് ഈ ഇൻക്ലൈൻഡ് ലെങ്ത്താണ് തന്നിരിക്കുന്നത്. ഞാൻ ഇവിടെയില്ല ഈ 1 എന്ന് പറഞ്ഞ പോയിൻറ്റ്, എൻട്രൻസിലെ പോയിൻറ്റും ത്രോട്ടിലെ പോയിൻറ്റും ഞാൻ മാറ്റി എഴുതിയിട്ടുണ്ട്. ആ ഒരു ഡിസ്റ്റൻസ് എന്താണ്? 1.2 മീറ്ററാണ്. പിന്നെ അതിൻ്റെ ആംഗിൾ എത്രയാണ്? 30 ഡിഗ്രിയാണ്. പിന്നെ ഇതിൻ്റെ ലെവൽ ഡിഫറൻസ് എത്രയാണ്? 5 സെൻറ്റിമീറ്റർ. മീൻസ് ലെഫ്റ്റ് ലിമ്പും റൈറ്റ് ലിമ്പും തമ്മിലെ ലെവൽ ഡിഫറൻസ് 5 സെൻറ്റിമീറ്ററാണ് തന്നിട്ടുണ്ട്. പിന്നെ ഡിസ്ചാർജ് കണ്ടുപിടിക്കണം, പ്രഷർ ഡിഫറൻസും കണ്ടുപിടിക്കണം. പിന്നെ എന്താ തന്നിട്ടുണ്ട്? ഈ രണ്ടും തമ്മിലെ ലെവൽ ഡിഫറൻസ് എത്രയാണ്? അതായത് ഈ Z1 - Z2 അത് ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത്, അത് കണ്ടുപിടിക്കണം. ഈ ആർബിട്രറി ഞാനൊരു ഡാറ്റം കൺസിഡർ ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് 1 ഡിസ്റ്റൻസ് Z1 ആണ്. അതേമാതിരി ഇവിടുത്തെ 2 ഡിസ്റ്റൻസ് Z2 ആണ്. ഡാറ്റം ഏതായാലും പ്രശ്നമില്ല, ഡിഫറൻസ് എടുക്കുന്നതുകൊണ്ട് ആ Z2 - Z1, അതായത് 2ഉം 1ഉം തമ്മിലുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസാണ് ഞാൻ ഈ Z2 - Z1 എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നത്. വെർട്ടിക്കൽ ഡിസ്റ്റൻസ്, ഇൻക്ലൈൻഡ് അല്ല. അതാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. ഇനി എന്താണ്? A1 ഇവിടുത്തെ ഡയമീറ്റർ തന്നിട്ടുണ്ട്, അവിടുത്തെ ഏരിയ കണ്ടുപിടിക്കുക. പിന്നെന്താണ്? ഏരിയൻ്റെ റേഷ്യോ വന്നിട്ടുണ്ട്. A1/A2 4. A2 എന്ന് പറഞ്ഞാൽ ത്രോട്ടിൽ ഏരിയ തന്നാൽ എന്താ? ത്രോട്ടിൽ ഏരിയയും കണ്ടുപിടിക്കുക. CD 0.95 വന്നിട്ടുണ്ട്. എക്സിൻ്റെ വാല്യൂ എത്രയാണ്? പിന്നെ 5 സെൻറ്റിമീറ്ററാണ്. അതിനെ ഞാൻ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ മെർക്കുറിയിലത് സ്പെസിഫിക് ഗ്രാവിറ്റി 13.6, പെട്രോളിൻ്റെ എത്രയാണ്? 0.8. എച്ച് കണ്ടുപിടിക്കാനൊക്കെ 2 ഇക്വേഷൻസ് ആസ് യൂഷ്വൽ. അതിൽ ഞാൻ ഏതാ ഉപയോഗിക്കേണ്ടത് ആദ്യം? ഇത് എനിക്ക് എല്ലാ വാല്യൂവും അറിയുന്നത് ഇവിടെയാണ്. എക്സിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്, എല്ലാം അറിയാം. അത് സോൾവ് ചെയ്താൽ എന്ത് കിട്ടും? എച്ചിൻ്റെ വാല്യൂ കിട്ടും. അത് 0.8 മീറ്റേഴ്സ് ഓഫ് പെട്രോൾ വർക്കിംഗ് ഫ്ലൂയിഡിൻ്റെ ടേംസിൽ കിട്ടി. ഇനി ഡിസ്ചാർജ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനാണ്. CD-ൻ്റെ വാല്യൂ അറിയാം, എച്ചിൻ്റെ വാല്യൂ അറിയാം. ഡയറക്റ്റ് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ബാക്കി എല്ലാ വാല്യൂ അറിയാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഡിസ്ചാർജിൻ്റെ വാല്യൂ കിട്ടും. ന്യൂമറിക്കൽ വാല്യൂ എഴുതി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇവിടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സ്റ്റെപ്പ് എഴുതിയിട്ടില്ല. പിന്നെ എന്ത് കണ്ടുപിടിക്കണം? പ്രഷർ ഡിഫറൻസ് ബിറ്റ്വീൻ എൻട്രൻസ് ആൻഡ് ത്രോട്ട്, അതായത് P1 - P2 ഇൻ കിലോ പാസ്കലിൽ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് എച്ചിന് 2 എക്സ്പ്രഷൻ ഉണ്ടല്ലേ, അതിൽ ഈ ഒരു എക്സ്പ്രഷൻ വെച്ചിട്ട് എനിക്ക് എച്ചിൻ്റെ വാല്യൂ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് എന്താ? ഈ ഒരു ടേം ഈസ് ഈക്വൽ ടു എനിക്ക് എന്ത് ചെയ്താൽ ആ വാല്യൂ എഴുതാം. ഓക്കെ, ഈ ഒരു ഇതാണ് ഇനി ഞാൻ യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഇക്വേഷൻ. പക്ഷേ ഇത് വെച്ചിട്ട് വാല്യൂ കിട്ടിയിട്ടുണ്ട്. അതായത് P1/ρg + Z1 - P2/ρg + Z2 ഈസ് ഈക്വൽ ടു എന്താണ്? 0.8 എന്ന് കിട്ടിയിട്ടുണ്ട്. എനിക്ക് കണ്ടുപിടിക്കേണ്ടതാണ് P1 - P2 ആണ്. ഓക്കെ, ഇനി ഈ ട്രയാങ്കിൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാണ്. ഈ Z1 - Z2 ആ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് എനിക്ക് വേണം. ഈ ട്രയാങ്കിൾ എന്താണ്? ഈ ഒരു ഡിസ്റ്റൻസ് 1.2 മീറ്റർ തന്നിട്ടുണ്ട്. എലോങ് ലെങ്ത്ത് ത്രോട്ടും എൻട്രൻസും തമ്മിൽ ഡിഫറൻസ് തന്നിട്ടുണ്ട്, ഇൻക്ലിനേഷൻ തന്നിട്ടുണ്ട്. ഇത് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? 1.2 × sin 30 ചെയ്താൽ മതി. ഓക്കെ, ആ വാല്യൂ എത്ര കിട്ടുന്നത്? 0.6 മീറ്റർ എന്ന് കിട്ടി. ഇനി എച്ചിൻ്റെ ഇക്വേഷൻ ഇതിൽ തന്നെ എന്താണ്? Z2 - Z1 കിട്ടിക്കഴിഞ്ഞു. ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്യുന്നത്. P1/ρg - P2/ρg Z2 - Z1 എഴുതി. അതിനുശേഷം എന്ത് ചെയ്തു? ഇതിനെ ഞാൻ ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുവന്നു. എനിക്ക് കണ്ടുപിടിക്കേണ്ട P1 - P2 ആണ്. അതിൻ്റെ ടേംസിൽ ഞാൻ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുന്നത് മാത്രമേ ഉള്ളൂ. എന്ത് കിട്ടും? P1/ρg - P2/ρg ഈസ് ഈക്വൽ ടു എന്താണ്? ഈ ഇക്വേഷൻ കിട്ടി. ഈ വാല്യൂ കിട്ടി. എത്രയാണ്? 1.4 കിട്ടിക്കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ P1 - P2 എന്താണ്? ഈ ρg ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. 1.4 × ρ × g. ഇവിടെ വർക്കിംഗ് ഫ്ലൂയിഡ് എന്താണ്? പെട്രോളാണ്. അതിൻ്റെ ഡെൻസിറ്റി എത്രയാണ്? സ്പെസിഫിക് ഗ്രാവിറ്റി 0.8 ആണെങ്കിൽ ഡെൻസിറ്റി എത്ര ആയിരിക്കും? 800 ആയിരിക്കും. ഓക്കെ, P1 - P2 = 1.4 × 800 × 9.81. ഇത്രയും പാസ്കൽ കിട്ടി. നമുക്ക് ക്വസ്റ്റനിൽ പറഞ്ഞിരിക്കുന്നത് കിലോ പാസ്കലിലേക്കാണ്. /1000 ചെയ്താൽ എന്ത് കിട്ടും? 10.9872 കിലോ പാസ്കൽ കിട്ടും. ഇങ്ങനെയാണ് പ്രോബ്ലം ചെയ്യേണ്ടത്. നമുക്ക് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, എച്ചിൻ്റെ വാല്യൂ 2 രീതിയിൽ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എടുത്തിട്ടാണ് നമുക്ക് ഫൈനൽ റിക്വേർഡ് പ്രഷർ ഡിഫറൻസൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും.